നമസ്തേ. നമസ്തേ. പ്രമുഖ പത്രങ്ങളിലെ പ്രമുഖ വാർത്തകൾ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം പത്രവാർത്താസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പൊ ഇന്ന് എത്രാം തീയതിയാണ്? 3-ാം തീയതി. 3-ാം തീയതി. വെറും 3 ചൊവ്വാഴ്ച. സെപ്റ്റംബർ 3 ചൊവ്വാഴ്ചയാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. അപ്പൊ ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളിലെ വാർത്തകളും അതേപോലെ തന്നെ ഇന്നലെ നടന്നിട്ടുള്ള പ്രധാന സംഭവങ്ങളെയൊക്കെ വിശകലനം ചെയ്യുന്ന പരിപാടിയാണ് നമ്മുടെ, അറിയാലോ. അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. ഓക്കെ, എന്താണ് പ്രധാന വാർത്തകൾ? മലയാള മനോരമയിൽ ഒരു വലിയൊരു പരസ്യത്തോടെയാണ് പ്രധാന വാർത്ത തുടങ്ങുന്നത്. ഓ, റോബോട്ടിന്റെ ഓണാഘോഷമൊക്കെ ആണല്ലോ. അതെ, റോബോട്ടിന്റെ ടിവിയുടെ. സോറി, എന്താ സോറി കളിയാ, ഇത് പോലീസുകാരനും ഒരു അബദ്ധം പറ്റൂലോ. അപ്പൊ പോലീസുകാരന് അബദ്ധം പറ്റുന്ന കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പോലീസുകാരന്റെ അബദ്ധം പറ്റിയിരിക്കുകയാണ് ഇന്നലെ. അതെ, ഇന്നലെ വലിയ ചർച്ചകൾക്കും അതേപോലെ തന്നെ വലിയ കോലാഹലങ്ങൾക്കും ഒക്കെ വഴിവെച്ചൊരു വിഷയമായിരുന്നു PV അൻവർ MLA-യുടെ ADGP അജിത് കുമാറിനെ സംബന്ധിച്ചുള്ള ചില വെളിപ്പെടുത്തലുകളും അതേപോലെ തന്നെ സുജിത് ദാസിനെ പറ്റിയിട്ടുള്ള വെളിപ്പെടുത്തല്, അതേപോലെ തന്നെ PV ശശിയെ കുറിച്ചിട്ടുള്ള പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള PV ശശിയെ കുറിച്ചിട്ടുള്ള വെളിപ്പെടുത്തലുകൾ. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു പ്രശ്നബാധിത ദിവസം തന്നെയായിരുന്നു ഇന്നലത്തെ ദിവസം എന്ന് പറയാതെ വയ്യ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇങ്ങനെ പതിയെ മുങ്ങിക്കൊണ്ടിരിക്കുകയാണോ എന്ന് സംശയം വരുത്തുന്ന രീതിയിലുള്ള ഒരു വരവാണെന്നൊക്കെ ചിലർ അഭിപ്രായപ്പെടുന്നു. അത് പറയാൻ പറ്റില്ല. കാരണം മുകേഷിനെ സംരക്ഷിക്കുക എന്നതിനേക്കാൾ കൂടുതലേറെ ആ MLA സ്ഥാനം സംരക്ഷിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘട്ടമാണ് ഇപ്പോ. അപ്പം ഒരുപക്ഷെ മുകേഷിനെ സംരക്ഷിക്കുക എന്നുള്ളതായിരിക്കില്ല മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം. എന്നിരുന്നാൽ പോലും അല്ല, നമ്മൾ ചുമ്മാ പറയുന്ന കേട്ടോ, ഞങ്ങൾ ചുമ്മാ ഒന്നും പറയുന്നല്ല, നമ്മൾ ഇതിനെ പറ്റിയുള്ള സത്യാവസ്ഥ മനസ്സിലാക്കണം. കാരണം ഒരു വിഷയം പൊങ്ങി വന്നാൽ മറ്റേ വിഷയം താന്നു പോകുന്നുള്ള ഒരു ലോജിക്, സിമ്പിൾ ലോജിക് ഇവിടെ വർക്ക്ഔട്ട് ആക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ഹേമ കമ്മിറ്റി ആര് പരിഗണിക്കുന്നുണ്ടോ? അതെ, അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി തന്നെ പറയുവാണ്, നിങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിടൂ, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കുന്നതാണ്. വയനാടിനെ പറ്റി വയനാടിനെ പറ്റി പറയൂ. അതായത് മുക്കാനുള്ള പരിപാടിയാണോ മുങ്ങിക്കൊണ്ടിരിക്കുന്നതാണോ എന്നുള്ളതൊക്കെ നമ്മൾ തന്നെ ചിന്തിക്കണം. അതെ അതെ, ആ ഇന്നലെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ എന്തായിരുന്നെന്ന് അറിയാവോ? PV അൻവർ MLA-യുടെ പ്രധാനപ്പെട്ട ആരോപണങ്ങൾ കള്ളക്കടത്ത് മാഫിയുമായി ADGP-ക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ ദാവൂദ് ഇബ്രാഹിമിനെ പോലെ ഒരു ക്രിമിനലെ പോലെയാണ് അദ്ദേഹം വർദ്ധിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലാണ് PV അൻവർ MLA ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞത്. അതായത് വലിയ കവടിയാർ കൊട്ടാരത്തിന് സമീപം കൊട്ടാര സദൃശ്യമായ ഒരു വീട് എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അതുമായി അപ്പം ഇതിനകത്തുള്ള മെയിൻ കാര്യം എന്ന് പറയുന്നത് ഈ നിർമ്മാണം അനധികൃത നിർമ്മാണമാണെന്നുള്ള രീതിയിലും ഒരു ടോക്ക് വരുന്നുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം PV അൻവർ MLA പറഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടവന ലോക്കപ്പ് കേസിലെല്ലാം വളരെ വ്യക്തമായിട്ടുള്ള പങ്ക് അജിത് കുമാറിന് ഉണ്ടായിരുന്നു എന്നൊരു കാര്യമാണ് പറഞ്ഞത്. പക്ഷെ അപൂർവമായിട്ട് നടന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു വിഷയം എന്ന് പറയുന്നത്, ഒരു പൊതു വേദിയിൽ ഇരുന്നു കൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷണത്തിനുള്ള ഒരു ഒരുക്കം കൂട്ടുന്നത്. മുഖം നോക്കാതെ നടപടി എടുക്കുമെന്നാണ് പറഞ്ഞല്ലേ? അതെ അതെ, ഇന്നലെ അദ്ദേഹത്തിന്റെ ശക്തമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ്. മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു ഒരു സമ്മേളനത്തിൽ വെച്ച്, മുഖം നോക്കാതെ നടപടി എടുത്തിരിക്കും, തെറ്റുകാരായാലും അവർ ശിക്ഷിക്കപ്പെടണം എന്നുള്ള വ്യക്തമായ നിലപാട് മുഖ്യമന്ത്രി അറിയിച്ചിരുന്നു. എത്രത്തോളം വസ്തുതയിൽ കാര്യങ്ങളിലും ഇങ്ങനെ വ്യക്തമായ നിലപാട് അറിയിക്കുകയായിരുന്നു. അതെ അതെ അതെ, അദ്ദേഹം നിലപാടുകൾ അറിയിക്കും, ഉണ്ടായിരിക്കും, ആരും ശബ്ദിക്കരുത്, എങ്ങനത്തെ നിലപാടുകൾ. ഓക്കെ, താങ്ക് യു, ഞാൻ മേടിച്ചു. കൂട്ടിട്ടടിക്കും, നിന്നെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫോട്ടോ എടുത്ത സ്ക്രീൻഷോട്ട്. അതെ അതെ, അപ്പം അതുമായി ബന്ധപ്പെട്ട് സുജിത് ദാസിന് സ്ഥലം മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ പ്രധാനമായിട്ട് വന്നിട്ടുള്ള ഒരു ആരോപണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ പുള്ളി കസ്റ്റംസുമായിട്ട് ബന്ധമുള്ള ഒരു ഓഫീസറാണ്. അപ്പം കസ്റ്റംസിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവിടെ തന്നെ അത് ബോധിപ്പിക്കേണ്ടി വരും. അപ്പൊ അതിൽ നിന്ന് മുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യാരിയേഴ്സിനെ കണ്ടാലും മൈൻഡ് ചെയ്യത്തില്ല. എന്നിട്ട് വേറെ വിളിച്ചിട്ട് ഒരു സിനിമയിലൊക്കെ അതായത് ഒരു മരത്തിന്റെ പിടിച്ചോളാൻ പറയും. പുറത്തിട്ട് ഇവര് പിടിക്കും, സാധനങ്ങൾ ഒരു പ്രത്യേക സ്ഥലത്ത് കൊണ്ടുപോയി രണ്ട് സ്വർണ്ണക്കട്ട, നിനക്ക് 3 എനിക്ക് 2. അപ്പൊ ഈ എരന്ന് തിന്നവനെ അവര് മറ്റേ സീറ്റായിരിക്കും, നമ്മള് രക്ഷപ്പെടണ കസ്റ്റംസ് പിടിച്ചില്ലെന്നൊക്കെ പറഞ്ഞ പുറത്തിറങ്ങുമ്പോ അതിലും വലിയ ടാസ്ക്. അതെ,
അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്ന പേരിലാണ് ഇപ്പൊ സുജിത് ദാസിനെ സ്ഥലം മാറ്റിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അജിത് കുമാർ എന്ന് പറയുന്ന ADGPയും അതേപോലെ തന്നെ സുജിത് ദാസും നമ്മുടെ മുഖ്യമന്ത്രിക്ക് വളരെയധികം വേണ്ടപ്പെട്ട ആളുകളായിരുന്നു. അതെ, വലം കൈ ഇടം കൈ എന്നൊന്നും അങ്ങനെയല്ല, അങ്ങനെ തന്നെയാണ്. പക്ഷെ ഒരു ഇത് കോൺട്രവേഴ്സി ഉണ്ടായപ്പോഴത്തേക്കും രണ്ടുപേർക്കും അതേ നിന്നു. സത്യേതാണ് അത് തെളിയിക്കാനുള്ള ഒരു ഇത് അദ്ദേഹം ശ്രമിച്ചു. അപ്പം ഈ 8 വർഷം എത്ര വർഷമായി നമ്മുടെ ഇവര് ഭരിക്കാൻ തുടങ്ങിയിട്ട്? അങ്ങനെയാണെങ്കിൽ ഈ 8 വർഷത്തെ LDF ഭരണത്തിന്റെ കീഴില് മുഖ്യമന്ത്രിക്ക് അടക്കം, അതായത് ഭരണപക്ഷത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 4 പേരാണ് ഇത്തരത്തില് വമ്പന്മാർ പ്രതിസന്ധിയിലായിട്ടുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? മുകേഷ് പ്രതിസന്ധിയിലായോ? മുകേഷ് ഒന്നുമല്ല. ഇതേപോലെ തന്നെ ഒരു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് നമ്മുടെ M ശിവശങ്കറിനെ അറസ്റ്റ് പോലത്തെ ഒരു അവസ്ഥ വന്നിരുന്നു. അതായത് ഒരു കലാപരൂഷിതമായിട്ടുള്ള ഒരു സാഹചര്യം. അത് വലിയ ഹെഡ്ലൈൻസിലൊക്കെ വന്നാണ്. അപ്പം അതൊരു വലിയൊരു കാര്യമായിരുന്നു. അദ്ദേഹത്തിന് ശേഷം CM രവീന്ദ്രന് ഇതേപോലെ പ്രതിസന്ധിയിലായിട്ടുണ്ട്. പിന്നെ KK രാഗേഷ് ഉണ്ട്. ഇപ്പൊ P ശശി, അതായത് പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് P ശശി. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്ക് കൂടെ നിന്നു എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഒരു അല്ലെങ്കിൽ ഈ പറയുമ്പോൾ സ്വർണ്ണക്കടത്തൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ബന്ധമുണ്ട് എന്നുള്ള രീതിയിലുള്ള PV അൻവറിന്റെ വെളിപ്പെടുത്തലിലാണ് ഇപ്പം P ശശിക്കും ഒരു പൂട്ട് വീണിരിക്കുന്നത്. അപ്പൊ ഈ 4 പേര്, അതായത് സർക്കാരുമായി വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന 4 പേരാണ് ഇപ്പോ അവരുടെ പ്രതിസന്ധിയിലായിട്ടുള്ളത്. അപ്പം അതും ഒരു കാര്യമാണ്. എന്തൊക്കെയാണെങ്കിലും അൻവറിന് ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞ് തോക്കൊക്കെ മേടിക്കാനുള്ള ലൈസൻസ് ആയിട്ട് അത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. കാരണം ഇത്രയും വലിയൊരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കാര്യം നടത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിനെ അത് ബാധിക്കുന്ന ഒരു രീതിയിൽ ഒരു സംസാരം ഉണ്ടായിരുന്നു. കാരണം കള്ളക്കടത്ത് മാഫിയയൊക്കെ നേരിട്ട് PV അൻവർ MLA ഇടപെടുന്നു എന്നുള്ള രീതിയിൽ വരുമ്പോൾ അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായി വന്നതുകൊണ്ട് അദ്ദേഹത്തിന് തോക്ക് അനുവദിക്കണം എന്നൊരു കാര്യം പറയുന്നു. അപ്പൊ അതെ, ഗൺമാനുള്ളപ്പോ എന്തിനാണ് തോക്കെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞത് തോക്ക് തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഡീൽ ചെയ്തോളാം. അതിനുള്ള ബഡ്ജറ്റ് നമ്മുടെ ഇല്ല. അല്ല, മറ്റേ സാറിനെ പേടിപ്പിക്കാലോ. ഓ, ബുദ്ധിപരമായ നീക്കം. അറിയാല്ലേ ഈ തോക്ക് തരാൻ ബുള്ളറ്റ് ഏരിയയിലെന്ന് പത്രംകാരെ തന്നെ പറഞ്ഞു വിടും. പിന്നെ ആര് വന്നാലും എന്താ ചിലപ്പോ ബുള്ളറ്റ് കാണും കേട്ടോ. ചില ആരും നിക്കരുത്. നമ്മളെന്തിനാ ചെല്ലുന്നത് അല്ലേ? വെറുതെ റോഡിൽ കൂടെ പോണവരെ വെടിവെക്കാതെന്നല്ല തോക്ക്. പുള്ളി അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ജീവഭയം ഉള്ളത് കൊണ്ട് ഒരു തോക്കിന് ലൈസൻസിന് അപേക്ഷ കൊടുത്തു, അത് മാത്രമേ ഉള്ളൂ. അപ്പം അപേക്ഷ കൊടുത്തോളൂ, കിട്ടിയിട്ടൊന്നുമില്ല. അതെ. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കിയുള്ള ആളുകൾ പറഞ്ഞേക്കുന്നത് അത്യാവശ്യം ഒന്ന് ആലോചിച്ചു. ഭരണപക്ഷത്ത് നിൽക്കുന്ന MLAക്ക് ജീവഭയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നുള്ള ഭരണപക്ഷത്തുള്ള ആൾക്കാർക്ക്. അതെ. അപ്പൊ അതിനെപ്പറ്റി വേറെ രീതിയിലും പറയുന്നുണ്ട്. സാധാരണ ഒരു അക്യൂസിഷൻ വരുന്നത് പലപ്പോഴും പാർട്ടിക്ക് പുറത്തു നിന്നാണ്, അല്ലെങ്കിൽ പാർട്ടിക്ക് പുറത്തു നിന്നോ ഭരണപക്ഷത്തിന് പ്രതിപക്ഷത്തു നിന്നൊക്കെയാണ്. ഇവിടെ അതെ, പ്രതിപക്ഷം പല സമയത്തും നോക്കൂത്തി കഴിഞ്ഞിട്ട് ഭരണപക്ഷത്തു നിന്ന് തന്നെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കേണ്ടി വരിക എന്ന് പറയുന്നത്. ആരോപണം ഉണ്ടാക്കാന്ന് പറയുമ്പോ ചേച്ചി ഉദ്ദേശിക്കുന്നത് ഇതൊരു ഉണ്ടാക്കിയെടുത്ത ന്യൂസ് എന്നാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഞാനായിട്ട് അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ശരിയാ. കാരണം പാർട്ടി കോൺഗ്രസിലാണെങ്കിൽ പോലും എല്ലാരും സജീവമായിട്ട് അറിയുന്ന തരത്തിലാണ് അകത്തുള്ള ഭിന്നിപ്പുകളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് അങ്ങനെ ഭിന്നിപ്പുകൾ ഉണ്ടാക്കുന്ന പോലെ നന്നായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ CPM-ല് ഇങ്ങനെ ഒരു CPM എന്നല്ല LDF സർക്കാരിൽ അങ്ങനെ ഒരു ഭിന്നിപ്പുണ്ടായിട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംബന്ധിച്ചു. അപ്പം ഈ ഒരു സമയത്ത് ഇങ്ങനത്തെ കുറെ നാടകീയമായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും അതിനകത്തൊരു സംശയം ഉണ്ടാകുന്നത് തെറ്റില്ല എന്നാണ്. അതെ, സാധാരണയായി നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സംശയം. അതന്നെ നിങ്ങൾ തുറന്നു ചോദിച്ചെന്നേ ഉള്ളൂ. കാരണം 2 ദിവസം കഴിയുമ്പോ ഇത് മങ്ങിപ്പോവും. അതെ. അപ്പൊ ഇതിന്റെ വ്യക്തതകൾ എത്രത്തോളമാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കാം. സത്യം പറഞ്ഞാൽ ഇന്ന് ഹേമ കമ്മിറ്റിയെ പറ്റി ഒരു ന്യൂസ് പോലും, ഒരു പത്രം പോലും, പക്ഷെ ഫ്രണ്ട് പേജിലില്ല. ഫ്രണ്ട് പേജിൽ അതിപ്പം പുതിയ വാർത്തകൾ വരുമ്പോ ഇത്രയും ഉള്ളത് ഇത്രയാവും ലാസ്റ്റ്. അതിന്റെ ആവശ്യമുള്ള സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
പക്ഷെ എന്നാലും അങ്ങനെയല്ല. അതെന്തുവാ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല. അപ്പം വിഷയങ്ങളിലോ അപ്പൊ ആ റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങളുടെ കണ്ടന്റ് പറയുന്നോണ്ടായിരിക്കും. യൂഷ്വലി അത് ചെറുതായി പോകും, സത്യമാണ്. കാരണം ഓൾറെഡി നമുക്ക് കിട്ടിയ ഡേറ്റാസ് ഒക്കെ നമ്മൾ വലിപ്പിച്ച് എഴുതി കഴിഞ്ഞു. പക്ഷേ അഗെയിൻ ആൾക്കാരുടെ മനസ്സിൽ വേറെ രീതി തറയ്ക്കുന്ന മറ്റൊരു ന്യൂസ്, സെൻസേഷണൽ ആകുന്ന മറ്റൊരു ന്യൂസ് ഇട്ട് കൊടുക്കണം. അതെന്താണെന്നുള്ളതാണ് ഇപ്പൊ ആൾക്കാർ ചർച്ച ചെയ്യുന്നത്. അതാണോ ഇതെന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പൊ പറയുന്നത് മനോരമ തന്നെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇടത് പക്ഷത്തെ അല്ലെങ്കിൽ ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം വന്നതെന്നാണ്. PV അൻവറുമായിട്ട് വളരെ നല്ലൊരു ബന്ധമാണ് മുഖ്യമന്ത്രി അടക്കം കാത്തു സൂക്ഷിച്ചു പോന്നിരുന്നത്. അപ്പോ അദ്ദേഹത്തെ കയറൂരി വിട്ടത് കൊണ്ട് തിരിഞ്ഞു കുത്തി എന്നുള്ള രീതിയിലൊക്കെയാണ് പല മാധ്യമങ്ങളും അതിനെ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ കാണണ്ട. പാർട്ടി ഉൾപോരൊന്നും ആയിരിക്കില്ല ഒരു പക്ഷേ. ഇത് പറഞ്ഞു കേട്ടതാണ്, വാർത്തകൾ കേട്ടതാണ്. അജിത് കുമാർ മെയിൻ ആയിട്ട് വന്നു കഴിഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഫേവറേറ്റ് ആയി കഴിഞ്ഞപ്പോഴും അൻവറിന്റെ ആ ഒരു ഇമ്പോർട്ടൻസ് കുറഞ്ഞു എന്നൊക്കെയുള്ള രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പുതിയ വീടിനെ ചൊല്ലി വിവാദം. എന്താണ് ആ വിവാദം? ADGP അജിത് കുമാർ കവടിയാറിൽ പണിയുന്ന വീടിന്റെ രൂപരേഖ തന്നെ മലയാള മനോരമ കൊടുത്തിട്ടുണ്ട്. അതിന്റെ മലയാളവനോട് പ്രത്യേകതയാണ്. റൂട്ട് മാപ്പ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ എല്ലാ കാര്യത്തിനും. ഞാൻ ഇപ്പോഴാണ് ഓർക്കുന്നത്, കഴിഞ്ഞ വർഷം ഓസ്കാറിൽ നാട്ടിനൊരു ഓസ്കാർ കിട്ടി. അതിന്റെ സ്റ്റെപ്പ് എങ്ങനെ കളിക്കാന്ന് വരെ പഠിപ്പിച്ചു. രസകരമായിട്ടാണ് ചെയ്യുന്നത്. കാരണം വലിയൊരു വീട്, ഒരു കൊട്ടാരം പോലൊരു വീടാണ് പണിയാൻ. പണിഞ്ഞോണ്ടിരിക്കണോ? അല്ലേ, പണിഞ്ഞോണ്ടിരിക്കുവല്ലേ, പണിതുകൊണ്ടിരിക്കുകയാണ് കൊട്ടാരം പോലത്തെ ഒരു വീട്. അതിന്റെ രൂപരേഖയൊക്കെ മലയാള മനോരമയിൽ 7ാം പേജിൽ കിടപ്പുണ്ട്. മനോരമയ്ക്ക് ഇതൊക്കെ എങ്ങനെ കിട്ടുന്നു? അതെ, 12,000 അടി ആണ് വീടിന്റെ ഇത്. നമ്മൾ നിന്റെ വീട് എത്ര? അറിയത്തില്ല, ഞാൻ നോക്കാറ് പോലും ഇല്ല. എനിക്കറിയില്ല. എന്റെ വീട് 150. ഓ കൊച്ചുകുട്ടി 750. അതിൽ കൂടുതലില്ല. പിന്നെ വിഴുങ്ങി കൊന്നത്. അപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലാണ് ഈ കൊട്ടാര സദൃശ്യമായിട്ടുള്ള വീട് ഒരുങ്ങുന്നത്. ഈ വീട് ഭാര്യയുടെ പേരിലാണ്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. പറ്റുന്നവരുണ്ട്, പറ്റും. പക്ഷെ ഭാര്യയുടെ പേര് സേഫ് ആണല്ലോ. അപ്പം ഈ വീട് നിർമ്മിക്കുന്നത് നിബന്ധനകൾ പാലിക്കാതെയാണെന്നാണ് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു വിമർശനം ഉയരുന്നത്. അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് പണ്ട് പറഞ്ഞതാണ് എന്റെ അടുത്ത്, ഒരു വീടിനെന്തോ വീട് വെച്ച സ്ഥലത്തിന് അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്തോ മാറ്റം വന്നെന്ന് പറഞ്ഞ് 150 തവണ നടത്തി. ഒരു നില തറനിരപ്പിന് താഴെയാണ്. അതായത് 3 നിലയാണ് പണിയുന്നത്. നമ്മള് കാണുമ്പോ 2 നിലയുള്ളൂ, പക്ഷെ താഴെ ഒരു നിലയും കൂടെ ഉണ്ട്. ഒരു ചെറിയ വീട് പണിത് ഫ്രണ്ടിലോട്ട് ഒരു ഷീറ്റ് എന്ന് വിചാരിച്ചു, അതിന്റെ സ്ക്വയർ ഫീറ്റ് കണക്ക് കൂട്ടിയിട്ട് വരെ നമ്മളായിട്ട് വട്ടം ചുറ്റുന്ന ഒരു സിസ്റ്റം നമുക്കുണ്ട്. 3 നില താഴെ ഒരു നിലയും കൂടെ. അതെ. അപ്പോ പണിത് കഴിഞ്ഞിട്ടൊന്നും കേറാൻ പറ്റില്ല. അതെ. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പം ആ പോലീസിന്റെ മീറ്റിംഗിലാണെങ്കിൽ തന്നെ, പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗിലാണെങ്കിൽ തന്നെ വളരെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വിടവാങ്ങൽ പ്രസംഗത്തിന് തുല്യമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അജിത് കുമാർ നൽകിയിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ചെയ്ത കാര്യങ്ങൾ ആർക്കും അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ചെയ്തിട്ടുണ്ട്. ഞാൻ സീക്രട്ട് ആയിട്ട് ചെയ്തതൊക്കെ എല്ലാവരും അറിഞ്ഞു. ഇപ്പൊ പോസിറ്റീവ് ആയിട്ടാണ് പറഞ്ഞത്. അതായത് ഞാൻ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അതെ. അങ്ങനെ വ്യക്തമാക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഇനിയൊരു അവസരം ഉണ്ടാവുമോ എന്നറിയില്ല, അതിനുവേണ്ടി കാത്തിരിക്കാൻ സാധിക്കുമോ എന്ന് അറിയില്ല എന്നുള്ള വികാരഭരിതമായിട്ടുള്ള ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, താനും ഇതേപോലെ തന്നെ എല്ലാ പൊസിഷനുകളും, അതായത് 4 മണിക്കൂർ നിൽക്കുക, 5 മണിക്കൂർ നിൽക്കുക, അല്ലെങ്കിൽ പോലീസുകാരൻ ചെയ്യുന്ന എല്ലാ ജോലികളും ചെയ്തു തന്നെയാണ് താനും ADGP ആയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഈ പല പോലീസ് സ്റ്റേഷനുകളിലും പോലീസുകാർക്ക് ഇരിക്കാൻ പോലും ഉള്ള ഒരു സ്പേസ് ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ചർച്ച ചെയ്തിരുന്നു. വേണ്ടത്ര സ്റ്റാഫുകളില്ല പോലീസില്. പ്രഷർ കൊടുക്കുന്നുണ്ട്. പറ്റിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ആ കാര്യങ്ങൾ വീണ്ടും ഈ നമ്മുടെ ഈ ഒരു മീറ്റിംഗില് അപ്പം ചർച്ചയിലോട്ട് ഉയർന്നു വന്നിരുന്നു. അപ്പം ഈ അസോസിയേഷൻ, പോലീസ് അസോസിയേഷന്റെ ഭാരവാഹികള് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങളൊക്കെ, അല്ലെങ്കിൽ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തൊരു പോലീസുകാരന്റെ മകനായിട്ട് പോലും എന്തുകൊണ്ടാണ് ആളുകളുടെ ഫീലിംഗ്സ് ഇയാൾക്ക് പോലീസുകാരുടെ ഫീലിംഗ്സ് മനസ്സിലാക്കാത്ത എന്നൊരു വിഷയത്തിനെ പറ്റിയിട്ട് ആരും അങ്ങനെ ഭാരവാഹികൾ വലിയ കാര്യമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു വികാരഭരിതമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു അവസാനം എന്നതുപോലെയുള്ള ഒരു പ്രസംഗമാണ് അജിത് കുമാർ നടത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കളി കള്ളനും പോലീസും. ഓക്കേ. കള്ളനും പോലീസും. പോലീസ് ആരാന്ന് മനസ്സിലായി. അപ്പൊ കള്ളനാരാ? അതാണ് നമ്മുടെ ഒരു ചോദ്യം. അതെ. കള്ളനാരാ? അതെ.
അപ്പം അതൊരു പ്രധാനപ്പെട്ട വാർത്തയാണ്. അപ്പൊ PV അൻവർ MLA വെളിപ്പെടുത്തലുകളുമായിട്ടുണ്ടായിരിക്കുന്ന കോലാഹലങ്ങളാണ് പ്രധാന പത്രങ്ങളിലെ പ്രധാന വാർത്തകളായി ഇന്ന് ഏറ്റവും അധികം പ്രധാന പത്രങ്ങളിലും അകത്തെ പത്രങ്ങളിലും പേജുകളിലും നിറച്ചിപ്പോ ഇതാണ്. അടുത്ത ന്യൂസിലോട്ട് പോവാം. തീർച്ചയായും അടുത്ത ന്യൂസ്. നമ്മളിപ്പോ ഒരു കാരണം ഇതിനെപ്പറ്റി എനിക്ക് വലിയ ധാരണയില്ല ചേച്ചി പോലെ. അല്ല നമുക്ക് അതിലുള്ള കാര്യം എന്ന് പറയുന്നത്, വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എപ്പോഴും നെഗറ്റീവും ദുഃഖകരമായിട്ടുള്ള വാർത്തകളാണ് എപ്പോഴും കേൾക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ ഞങ്ങൾ യൂട്യൂബിന്റെ ചാനലിൽ കയറി ചേച്ചിയുടെ തന്നെ വീഡിയോ ഉണ്ട്. ഇന്നലെ പിന്നെ നമ്മുടെ യൂട്യൂബ് 50K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. താങ്ക് യു എല്ലാവർക്കും ഒരു വലിയൊരു താങ്ക് യു. അപ്പൊ ഇതിനെപ്പറ്റിയുള്ള ന്യൂസ് നിങ്ങളോട് ചോദിച്ചോണം, വാർത്ത വെച്ചിട്ട് പോകാൻ. സോറി ഗൈസ്. നമുക്ക് അടുത്ത ന്യൂസിലോട്ട് പോകാം. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽ അറിയണമെങ്കിൽ ചേച്ചിയുടെ യൂട്യൂബിന്റെ വീഡിയോയിൽ കയറി നോക്കുക. അപ്പം ഇതില് ഒരു സന്തോഷപരമായിട്ടുള്ള, ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോ വായിച്ചൊരു കാര്യമാണ്. അതായത് വാട്ടർ ഡേയ്സ്. ഇത് ഭയങ്കര ഓൾഡ് ജോക്കാണ്, പക്ഷെ എല്ലാവരും വേണമെങ്കിൽ ചിരിച്ചോളൂ. 2K കിഡാണ്. ഭയങ്കര ഫ്രഷ് കോമഡിയാണ് ഇപ്പൊ പറഞ്ഞത്. അപ്പം അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പെരുമൺ ദുരന്തത്തിനെ പറ്റിയിട്ട് ഉള്ളതാണ്. അപ്പൊ എന്ത് പറഞ്ഞ വാക്ക് ഇതാണ്: ഭൂമിയിൽ കുറച്ച് മനുഷ്യരുണ്ട്, അവരാണ് ഭൂമിയുടെ ഉപ്പ്. ആ മനുഷ്യരുടെ ആ ഉപ്പ് കൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നതെന്ന് പറഞ്ഞ പോലത്തെ ഒരു അതിന്റെ അന്തസത്ത അതാണ്. അതേപോലെ ഒരു വാർത്തയാണ് ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത്. കാരണം വയനാട്ടില് ഇത്രയും വലിയ ദുരന്തം നടന്നു. കുഞ്ഞുങ്ങൾ വീണ്ടും സ്കൂളിലേക്ക് പോയി തുടങ്ങിയിരിക്കുന്നു. അപ്പൊ ബദ്രിനാഥ് എന്ന് പറയുന്ന ഒരു കുഞ്ഞിന്റെ ക്ലാസ്സിലെ എല്ലാ ആൺകുട്ടികളും ഈ അപകടത്തില് അപ്പം ആ കുഞ്ഞിന്റെ കൂടെ പഠിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അവന്റെ പഴയ ഒരു ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ആൺകുട്ടികൾ മരിച്ചുപോയോ? അതെ. അപ്പൊ മുണ്ടക്കൈ സ്കൂളിൽ ക്ലാസ്സിൽ അവശേഷിച്ച ഏക ആൺകുട്ടിക്ക് അവന് തുണയായിട്ട് അവന്റെ കൂടെ പണ്ട് പഠിച്ചിരുന്ന 2 കുഞ്ഞുങ്ങള് അവര് പഠിക്കുന്ന സ്കൂളിൽ നിന്ന് TC വാങ്ങി ഇവന്റെ കൂടെ വന്ന് പഠിച്ചേക്കുക. അപ്പം അതൊരു നന്മയുടെ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുഞ്ഞുങ്ങൾ ആഗ്രഹം പറയുന്നു, കൂട്ടുകാരൻ തന്നെയാണെന്നുള്ള ചിന്ത ഉണ്ടാവുന്നു, അവരൊരു ആഗ്രഹം പറയുന്നു, ടീച്ചർ അതിന് വേണ്ടിയിട്ട് മുൻകൈ എടുക്കുന്നു, കുഞ്ഞുങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നു. അപ്പൊ അവന്റെ ആ ഒറ്റപ്പെടൽ, അല്ലെങ്കിൽ ഒറ്റയടിക്ക് ശൂന്യമായിട്ടുള്ള അവന്റെ ആ ക്ലാസ്സിൽ നിന്നും അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിൽ നിന്നൊക്കെ അവനൊരു ഈ ഒരു പ്രായത്തിലൊക്കെ ഉള്ള ഒറ്റപ്പെടലുകൾ ഒരിക്കലും കുട്ടികൾ മറക്കില്ല. അതൊരു ട്രോമയായിട്ട് തന്നെ മനസ്സിൽ കിടക്കും. അത് മനസ്സിലാക്കി പ്രവർത്തിച്ച മറ്റു കുട്ടികളുടെ ഒരു ഇത് മനസ്സിലാക്കണം നമ്മൾ. അത് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നല്ല, അത് പോസിറ്റീവ് ആണ് ആക്ച്വലി. നമ്മൾ പോലും ചിലപ്പോ ചിന്തിച്ചെന്ന് വരുന്നില്ല. ഇത്രയും പ്രായമുള്ള നമ്മൾ പോലും ഒരിക്കലും ചിന്തിക്കില്ല ഇങ്ങനെ ഒരു കാര്യം. അത് അവർക്ക് തന്നെയാണെന്ന് തോന്നുക, അവന് വേണ്ടിയിട്ട് വരാൻ വീട്ടുകാരോട് ആഗ്രഹം പറയുക, അതിന് പേരന്റ്സ് കൂടെ നിൽക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര നല്ല കാര്യമാണ്. അത് അത്ര ചെറിയ പിള്ളേരുടെ മനസ്സിലാക്കി. അതെ അതെ അതെ. അത്ര നല്ല കൂട്ടുകാരെ കിട്ടിയത് അവൻ ഭാഗ്യവാനാണ്. അപ്പം ചില കാര്യങ്ങളിലൊക്കെ നമ്മളിങ്ങനെ പറയും, ചില സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുന്നതിന്റെ ഒരു ആവശ്യകതയെ പറ്റിയിട്ട്. അപ്പം അതെ, നല്ല സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയൊരു ഡെസ്പറേറ്റ് നീഡാണെന്ന് തോന്നുന്നു. അപ്പം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക, നല്ല മനുഷ്യന്മാരുണ്ടാവുക. തലമുറ ഇപ്പൊ ഒത്തിരി ആളുകൾ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ പുതിയ തലമുറ അങ്ങനെയാണ് ഇങ്ങനെയാണ്. അങ്ങനെയല്ല, നന്മയുടെ എന്തെല്ലാം പാഠങ്ങളാണ് ഈ കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്നത്. അപ്പൊ ചില അമ്മമാരെക്കാളും എന്തുകൊണ്ടും നല്ലതാണ് ഇത്തരത്തിലുള്ള കൂട്ടുകാർ, ചില കുഞ്ഞു കൂട്ടുകാര്. മനസ്സിലായില്ലേ? ചിലരുടെ ഈ ഇത് നെഗറ്റിവിറ്റികളുണ്ട് വലിയവരുടെ. ആ ഒരു തോട്ടില്ലാത്ത കുഞ്ഞു പിള്ളേരാണ് എപ്പോഴും നല്ലത്. പഴയ ജോക്കല്ല, അത് ഇട്ടില്ല. അപ്പൊ ഇതിനകത്തുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലത്തെ ഒരു കാര്യം തന്നെയാണ്. ഇപ്പൊ കുഞ്ഞുങ്ങൾ പുതിയ തലമുറ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കളിയാക്കുന്നത് അത് മാത്രമല്ല, നന്മയുടെ ഭയങ്കര വലിയ പാഠങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ കൂടിയാണ് അവർ. അപ്പം ഈ ഒരു വിഷയം ഒരു വലിയൊരു കാര്യമായിട്ട് തോന്നുന്നു. അതിജീവനത്തിന് ഒരുമിച്ച് നിൽക്കുകയാണ് ഒരു ജനത മുഴുവൻ. ഹാഷ്മി പറയും പോലെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. കുട്ടികളൊന്നും ഇല്ല, മുതിർന്നവരൊന്നും ഇല്ല, ആരൊന്നും ഇല്ല. അതെ അതെ. അപ്പൊ ഒരു സന്തോഷത്തിന്റെ വാർത്തയാണ്. അതുമായി ബന്ധപ്പെട്ട് വേറൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമില് സുരക്ഷാ പരിശോധന എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പം കാരണം എല്ലാ മലയാളികളും ഒരു പേടി സ്വപ്നമാണ്. അയ്യോ, മുല്ലപ്പെരിയാർ പ്രധാനപ്പെട്ട വാർത്തയെ മിക്ക ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. മുല്ലപ്പെരിയാറിന്റെ സുരക്ഷാ പരിശോധനയ്ക്ക് പച്ചക്കൊടി എന്നാണ് പത്രങ്ങൾ പറയുന്നത്. അതായത്
മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേരളത്തിന്റെ നിരന്തരമായ ആവശ്യം അംഗീകരിച്ച് കേന്ദ്ര ജല കമ്മീഷൻ. അതായത് നമ്മൾ ഈ മഴയത്ത് നമ്മള് വയനാട് ഉരുൾപൊട്ടലിന്റെ ഒരു സമയത്തൊക്കെ നമ്മൾ ഒരുപാട് ചർച്ചകൾക്ക് വിധേയമായ കാര്യമായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട്. അതിന്റെ പഴക്കം, ഇതിന്റെ ഇപ്പൊ സുരക്ഷിതത്വം, അത് പൊട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കുന്നുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചർച്ചകൾ ചെയ്തതാണ്. പേടിപ്പിക്കുന്ന കുറെ വാർത്തകൾ നമ്മൾ അറിഞ്ഞതാണ്. അപ്പൊ അതിനെപ്പറ്റിയുള്ള ആ ഭീതി ജനങ്ങൾ ഒരുപാട് പേര് കുറെ സൈൻ ചെയ്തിട്ടുള്ള സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും കുറെ സൈൻ ചെയ്ത് നമ്മൾ കുറെ സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടാണെങ്കിലും ഒരു നമ്മുടെ സ്റ്റേറ്റ്മെന്റ് നമ്മള് ഭരണത്തിലോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അതിനെതിരെ അതിനു വേണ്ടിയുള്ള അതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ കാണുന്നത്. അതിന്റെ സുരക്ഷ, മുല്ലപ്പെരിയാറിന്റെ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പ്രത്യേക സംഘത്തെ നിയോഗിച്ച് നമ്മൾ മുല്ലപ്പെരിയാറിലോട്ട് വിടാൻ പോവാണ്. മുല്ലപ്പെരിയാർ പുതിയ അണക്കെട്ടെന്ന കേരളത്തിന്റെ ആവശ്യത്തിന്റെ ആദ്യ ചുവടുവെപ്പാണ് ഇപ്പോൾ അംഗീകരിച്ച സുരക്ഷാ പരിശോധന. അതായത് ഈ സുരക്ഷാ പരിശോധന എത്രത്തോളം ശക്തമാണെന്നും അതിന്റെ ആ ഒരു സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം കിട്ടുന്ന റിസൾട്ട് അതിനെ ആസ്പദമാക്കിയായിരിക്കും പുതിയൊരു ഡാം വേണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. എന്നാൽ പോലും ഇതിനു മുമ്പ് പഠിച്ചിട്ടുള്ള മലയാളികൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് മുല്ലപ്പെരിയാറിനെ പറ്റി പഠിച്ചിട്ടും അതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇനി വരുന്ന റിസൾട്ടും എങ്ങനെയാണെന്നുള്ളത്, കാരണം ഇനി വരുന്ന റിസൾട്ട് പഠിക്കാൻ ആവശ്യം സമയം വേണം. അതായത് ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് ബേസ് ചെയ്തിട്ടായിരിക്കും ഇനി ഭാവി കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നത്. ഇതിപ്പോ സുരക്ഷിതമാണെന്ന് അവർ റിപ്പോർട്ട് തന്നു കഴിഞ്ഞാൽ അത് സുരക്ഷിതമാണെന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. കാരണം ഒരുപാട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ മുല്ലപ്പെരിയാർ പുതിയൊരു ഡാം വരിക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര ഒട്ടും പോസിബിൾ അല്ല. കാരണം ഇനി വർഷങ്ങൾ എടുക്കും ഒരു ഡാം പണിയണമെന്നുണ്ടെങ്കിൽ തന്നെ. അതും ഭയങ്കര സാമ്പത്തിക ചെലവ്. അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, ഈ ഡാം ആര് കെട്ടണം എന്നുള്ളൊരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ രണ്ട് സർക്കാരിനും പറ്റില്ല. കേരളത്തിൽ ഉണ്ടാക്കേണ്ട ഡാമിന് തമിഴ്നാട് കാശ് തരത്തില്ല, തമിഴ്നാടിന് ആവശ്യമായ ഡാമിന് കേരളം കാശ് തരുമോ? അങ്ങനത്തെ ഒരു ഭയങ്കരമായിട്ടൊരു കോംപ്ലിക്കേഷൻ ഇതിനകത്തൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ഉണ്ടാക്കിയ ഒരു എക്സ്പെൻസോ അല്ലെങ്കിൽ തൊഴിലാളികളോ എന്താ പറയാ മെറ്റീരിയൽസ് കൊടുക്കാനുള്ള സാഹചര്യമോ ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇപ്പൊ ഈ ഡാം ബലക്ഷയം ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഡാമിനോട് ചേർന്ന് തന്നെ ഈ ഡാം പണിയുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു റിസ്ക് എലമെന്റ് ഭയങ്കര കൂടുതലാണ്. കാരണം ഇതിനകത്ത് ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ട് തീർച്ചയായും. കാരണം JCB വണ്ടി ഇതൊക്കെ വന്ന് അവിടെ പാറകൾ പൊട്ടിച്ചിട്ട് വേണം ഇതുപോലത്തെ പല കാര്യങ്ങളും ചെയ്യാൻ. ഈ ഒരു ഇളക്കം തന്നെ ഭൂമിക്ക് എങ്ങനെ, ഭൂമിയുടെ കാര്യം നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമ്മൾ അവിടെ ചെന്നിട്ട് ഡ്രില്ലിംഗ് മെഷീൻ, ചെറിയൊരു ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ട് തുളച്ചാൽ തന്നെ അവിടെ ഒരു ഇളക്കം ഫീൽ നമുക്ക് അറിയാം. അപ്പൊ ബലക്ഷയം വന്നിട്ടുണ്ടെന്ന് തോന്നിയിട്ടുള്ള മുല്ലപ്പെരിയാറിന്റെ അടുത്ത് കൊണ്ടിട്ട് അതടിച്ചു കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ സംഭവിക്കുന്നുള്ള നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അപ്പം അതിനെതിരെ ഒരു നടപടി സ്വീകരിക്കാനായിരിക്കാം ഇത്തരത്തിലുള്ള ഒരു പരിശോധന എന്നുള്ളത് വ്യക്തമാണ്. കൂടുതൽ വിവരം അറിയണമെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ വീഡിയോ വരുന്നതായിരിക്കും. ഓക്കെ, ഇന്ന് വീഡിയോ ഇടുന്നതായിരിക്കും. ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതായിരിക്കും. അപ്പം ഓണച്ചന്ത, ഓണം അതെ ഓണം. അപ്പം ഓണച്ചന്തകൾ ഈ 5-ാം തീയതി മുതൽ തുറക്കുകയാണ്. 1500 ഓണച്ചന്ത തുറക്കും. സംസ്ഥാനത്ത് ഉദ്ഘാടനം 6-ന് തിരുവനന്തപുരത്ത് വെച്ചാണ്. പിന്നെ സബ്സിഡി ഇനങ്ങള്, സബ്സിഡി വില MRP വെച്ച് അവർ കുറെ കൊടുത്തിട്ടുണ്ട്. അത് ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. അരി ജയ, അതെ അരി ജയരിക്ക് സബ്സിഡി വില 29.5, MRP 46. പിന്നെ കുറുവ എന്ന് പറഞ്ഞ എന്താ സംഭവം? 29 സെയിം വില തന്നെ. പിന്നെ കുത്തിരിക്കും സെയിം വില തന്നെ. പച്ചരി 2 കിലോ 26 സബ്സിഡി വില. പിന്നെ MRP 40. MRP നമ്മൾ മേടിക്കുന്ന അല്ല, നമ്മൾ നമുക്ക് കിട്ടുന്ന സബ്സിഡി വില. പിന്നെ വെളിച്ചെണ്ണ ചന്തയിൽ കിട്ടുന്ന പൈസ, സബ്സിഡി വില എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ കൺസിഡറേഷൻ കിട്ടുന്ന പൈസ. വെളിച്ചെണ്ണ 55, MRP 110 രൂപ. അയ്യോ, 55 രൂപയ്ക്ക് വെളിച്ചെണ്ണ കിട്ടുമോ? പഞ്ചസാര 27, 46 രൂപ. അതേതായാലും ഈ വെളിച്ചെണ്ണയുടെ കാര്യം പറയുമ്പോഴേ ഈ ആദിവാസി കാറ്റഗറിയിൽ വരുന്ന ആളുകൾ ഈ ജൂൺ ജൂലൈ മാസത്തിൽ കൊടുക്കുന്ന ഒരു എണ്ണ ഉണ്ടായിരുന്നു. അപ്പം അത് എത്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പം ആ കിറ്റിനകത്തുണ്ടായിരുന്ന എണ്ണ 2018 എന്തോ നിരോധിച്ചിട്ടുള്ള സുഗന്ധി സംതിങ് അങ്ങനെ പറഞ്ഞിട്ടുള്ള എണ്ണ കൊടുത്ത ഒരു ചരിത്രമൊക്കെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇവിടെ നടന്നു വരുന്നത്. എത്ര മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല. ദീപിക അതിനെപ്പറ്റി എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് പറഞ്ഞോളൂ. പിന്നെ ചെറുപയർ 92 രൂപ. പിന്നെ 127 MRP. പിന്നെ കടല, പിന്നെ ഉഴുന്ന്, വൻപയർ, പരിപ്പ്, മുളക്, മല്ലി, ഇത്ര സാധനങ്ങള് സബ്സിഡി. ഈ ഫുഡിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെയാണ് കർഷകരുടെ ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ച കേന്ദ്രം 1400 കോടിയുടെ കർഷക ക്ഷേമ പദ്ധതികൾക്കാണ് കേന്ദ്രം പ്രഖ്യാപിച്ചിരിക്കുന്നതെന്നാണ് ജന്മഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. അതിനേക്കാൾ
കോമഡി തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ കോമഡി? കേരള കൗമുദി എഴുതിയേക്കുന്നത് 13,966 കോടിയുടെ പദ്ധതിയാണ് സർക്കാർ നൽകിയിട്ടുള്ളതാണ്. ജന്മഭൂമി വന്നപ്പോ അത് 14,000 ആയി. കുറച്ച് കോടികൾ അവർ കൂട്ടി എഴുതിയിട്ടുണ്ട്. എന്തിനാണെന്ന് കൂട്ടിയതാണോ അത് ഇവര് കുറച്ചതാണോ എന്ന് എനിക്കറിയില്ല. കുറച്ചല്ലേടാ, കോടികൾക്കൊന്നും ഒരു വിലയില്ല. ഓ 4 കോടി കൂട്ടിയ കുഴപ്പമില്ലല്ലേ? അതല്ല അതാ ഞാൻ പറഞ്ഞത്. കേന്ദ്രത്തിന്റെ പത്രം പറയുന്നത് ചെറിയ പൈസ 4 കോടി ഞങ്ങൾ കൂട്ടി, അത് ഇവിടെ കുറച്ചാണ് ഇവിടെ കുറഞ്ഞത്. പക്ഷെ വേറെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ചാണ് ഞങ്ങളോട് കൂട്ടിയതാണോ അതെനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഡൽഹിയിലൊക്കെ ഈ കർഷക സമരം ഭയങ്കര ശക്തമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് കർഷകർക്ക് ആവശ്യമുള്ളത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് എനിക്ക് സംശയം. കാരണം ഇതിനകത്താണെങ്കിലും പദ്ധതികൾ എന്താണെന്ന് വെച്ചാൽ ഡിജിറ്റൽ കൃഷി ദൗത്യം. എല്ലാവരും സോഷ്യൽ മീഡിയസ് വഴി എനിക്ക് ഇത് ചെയ്യാറ്. ഡിജിറ്റൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഡിജിറ്റൽ കൃഷി ദൗത്യം, ഭക്ഷ്യപോഷക സുരക്ഷ, കാർഷിക വിദ്യാഭ്യാസവും പരിശീലനവും, സുസ്ഥിര ജീവശാസ്ത്ര ആരോഗ്യവും ഉത്പാദനവും, സുസ്ഥിര ഹോർട്ടിക്കൾച്ചർ എന്തൊരു സാധനം, കൃഷി വിജ്ഞാന കേന്ദ്ര വികസനം, അങ്ങനെ പല കാര്യങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നത്. പക്ഷെ കർഷകർക്ക് ആവശ്യമുള്ളത് അതൊന്നും അല്ല. കർഷകർ സമരം ചെയ്യുന്നതിന് വേണ്ടി അവരൊന്നും ചെയ്യുന്നില്ല. കർഷക സമരം അവരുടെ താങ്ങുവില ഉറപ്പുവരുത്തുക, അവരുടെ വിഭവങ്ങൾക്ക് കൃത്യമായ സ്റ്റോറേജ് കൊടുക്കുക, വില കൊടുക്കുക, ഇതൊക്കെയാണ് അവര് കൊടുക്കുന്നത്. സബ്സിഡി കൊടുക്കുന്നത്, ഇവരുടെ സ്റ്റോറേജ് കറക്റ്റ് ആക്കുക, അതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല. ഈ 3 കാര്യം അവര് മെയിൻ ആയിട്ട് അവരുടെ താങ്ങുവില, മിനിമം റീറ്റെയിൽ പ്രൈസ് എങ്കിലും കറക്റ്റ് ആക്കി തരിക എന്നുള്ളത് മാത്രമാണ് അവർ ഡൽഹിയിൽ കൊടുക്കുന്നത്. പഞ്ചാബിലൊക്കെ ഒരു 50% വരുന്നത് കർഷകരാണ്. അവര് മുഴുവനുമായിട്ടാണ് അവിടെ നിന്ന് സമരം ചെയ്യുന്നത്. അതിനെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കാതെ ഇത്തരത്തിലുള്ള പദ്ധതികൾ എടുക്കുന്നത്. കാരണം അവരുടെ ആവശ്യമാണല്ലോ നമ്മൾ ആദ്യം അംഗീകരിച്ചു കൊടുക്കണ്ടേ. അത് ചെയ്യാതെ ഇതെന്തിനാണെന്നും എനിക്ക് മനസ്സിലാകുന്നത് വ്യക്തമാകുന്നില്ല. അതാണ്. അപ്പൊ ഈ കർഷകരുടെ കാര്യം പറഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു കാര്യം വരുന്നത്, ഈ 9 ലക്ഷം പൈനാപ്പിൾ വിത്തിന് വേണ്ടിയിട്ട് ടെൻഡർ ക്ഷണിച്ച് തെലങ്കാന സർക്കാർ വന്നതിനെ തുടർന്ന് കർഷകരുടെ ഇടയിൽ വീണ്ടും, അതായത് വാഴക്കുളത്ത് വീണ്ടും ഈ പൈനാപ്പിൾ കൃഷിയുമായി ബന്ധപ്പെട്ട ക്ഷാമം കൂടിയിരിക്കുകയാണ്. പൈനാപ്പിൾ എന്റെ വീട്ടിലുണ്ടായിരുന്നു പൈനാപ്പിൾ കൃഷി. റബ്ബർ ആകുമ്പോ റബ്ബറിന് പട്ടത്തിന് കൊടുത്താൽ വരാം, വെച്ചും തരും, റബ്ബറും വെച്ച് തരും. അതുകൊണ്ട് 3 കൊല്ലത്തെ ഇഷ്ടം പിടി തിന്നാൻ പറ്റിയായിരുന്നു. സത്യം, എന്റെ വീട്ടിലെ അപ്പുറത്തെ ചേട്ടൻ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നല്ല നാട്ടുകാരനെ പൈനാപ്പിൾ. പിന്നെ നീല വെള്ളക്കാടിന് 10 രൂപയ്ക്ക് 10 കിലോ അരി കിട്ടുന്നുണ്ട്. ഓണക്കാലത്ത് നീല വെള്ള കാർഡുടമകൾക്ക് റേഷൻ കട വഴി 10 കിലോ വീതം അരി വിതരണം ചെയ്യും. കിലോയ്ക്ക് 10.90 രൂപയാണ് വില. പൊതുവിപണിയിൽ 50 രൂപയ്ക്ക് മുകളിലാണ് ചെമ്പരിയാണ് നൽകുന്നതെന്ന് ചെമ്പാരി അതെന്നാ അരി അതെനിക്ക് മനസ്സിലായി. മന്ത്രി GR അനിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. അതെ ആൾക്കാരുടെ മുമ്പ് വെച്ച് ഞാൻ ട്രോളും. ക്ഷമിക്കണം, ചെമ്പാരി. അപ്പൊ അതൊരു കാര്യമാണ്. അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർണത്തിന്റെ ഒരു കാര്യമാണ് പറയുന്നത്. ഇനി വരുന്നത് ഉത്സവകാലമാണല്ലോ, ഓണം വരുന്നു, അത് കഴിഞ്ഞ് ഉത്സവകാലം ഇപ്പോഴല്ലോ, ഓണം ഉത്സവല്ലേ? അല്ല, ഉത്സവം വേറെ. ഉത്സവം ഡിസംബർ മാസത്തിലാണ് വരുന്നത്. ഉത്സവമല്ല, അത് മാത്രല്ല, വേറെയും കുറെ പരിപാടികളുണ്ടല്ലോ. അപ്പം കല്യാണം ചിങ്ങമാസത്തെയൊക്കെ ലക്ഷ്യമിട്ടുകൊണ്ട് വളരെ വലിയൊരു മാർക്കറ്റാണ് സ്വർണത്തിന് വരുന്നത്. ഏകദേശം 52.5 ടൺ അധികം സ്വർണം മൊത്തത്തിൽ ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. എനിക്കൊന്ന് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ സ്വർണത്തിന്റെ ആവശ്യം വരുന്നത്. അതെ അതെ, ഏറ്റവും ദരിദ്ര രാജ്യമാണ് പറയുന്നത്. ഇവിടുത്തെ സ്വർണ്ണം വിറ്റാൽ തന്നെ നമ്മള് കാശുകാരാവും. അപ്പൊ അതൊരു കാര്യമാണ്. സ്വർണ്ണവില എന്തോ? ഇന്നത്തെ സ്വർണ്ണവില പവന് 53,360, ഗ്രാമിന് 6,270. താങ്ക് യു. സ്വർണം മേടിക്കേണ്ടവർ, കല്യാണം കഴിക്കേണ്ടവരൊക്കെ ഉടനെ മേടിച്ചു വെക്കുക. കാരണം 10 വർഷം കഴിഞ്ഞാലും കല്യാണം കഴിക്കുമ്പോ റേറ്റ് മെച്ചപ്പെടുവേ. പറയാൻ പറ്റില്ല. ചേച്ചിയുടെ കല്യാണം, എന്റെ കല്യാണം അങ്ങനൊന്നും പറയില്ല ചേച്ചി. ഇങ്ങനെ പ്രായം ആരെങ്കിലും ഗസ് ചെയ്താലേ അല്ലേ ചേച്ചി? ഈ കുട്ടികൾ വളരെയധികം ഞങ്ങളാണ് യങ്സ്റ്റേഴ്സ്. പിന്നെ അല്ല, ഇന്ന് നമ്മള് ഹേമ കമ്മിറ്റിയെ പറ്റി ചേച്ചി നമ്മളിന്ന് ഹേമ കമ്മിറ്റിയെ പറ്റി ഒന്നും ചർച്ച ചെയ്തിട്ടില്ല. ഹേമ കമ്മിറ്റിയെ പറ്റി അങ്ങനെ ചർച്ച ചെയ്യാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. കാരണം ഞങ്ങൾ എല്ലാ ദിവസവും ജീവനും പ്രാണനും ഹേമ കമ്മിറ്റിയിലാണ്. ആടാ എനിക്കിട്ട് നോക്ക്. പറയൂ ഇന്ന് എന്തൊക്കെയാണ്? എനിക്കറിയത്തില്ല, അതുകൊണ്ടാ എന്തൊക്കെയാണ് ഇവിടെ. അപ്പൊ അതിനകത്തുള്ള ഒരു പ്രധാന അപ്ഡേഷൻ എന്ന് പറയുന്നത്, വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുള്ളത്, മുകേഷിന്റെ
രാജി അത്യാവശ്യമായിട്ട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വേറെ എന്തെങ്കിലും സീനുകൾ വരികയാണെങ്കിൽ പുള്ളീനെ ഒഴിവാക്കാന്നുള്ള രീതിയിലേക്ക് CPM നീങ്ങുന്നുണ്ടെന്നുള്ള രീതിയിൽ ഞാൻ വായിച്ചായിരുന്നു. അതെ കുറ്റപത്രം നൽകിയാൽ CPM മുകേഷിനെ കൈയൊഴിഞ്ഞേക്കും എന്ന് മലയാള മനോരമയും പറയുന്നുണ്ട്. കുറ്റപത്രം നൽകിയാൽ നോക്കാം. അതിൽ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഇതിനു മുമ്പ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഇതിലും ഒരു വിമർശനം മാത്രമല്ല അദ്ദേഹത്തിനെതിരെ അന്നുണ്ടായ ആരോപണങ്ങൾ അത്ര ഉണ്ടോ? അന്ന് അനുഭവിച്ചത് ഭയങ്കരമായിരുന്നു. കല്ലേറ് വരെ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന്റെ ഒരു കാവ്യനീതി എന്ന് പറയുന്ന പോലെ ആ പയ്യൻ അതിനകത്ത് സോറി പറയുക. അതെ അത് ഉമ്മൻചാണ്ടി അത് മുഖ്യമന്ത്രിനെ കല്ലെറിഞ്ഞെന്നുള്ള കേസിലാവും ഇത് അറസ്റ്റിലായപ്പോഴത്തേക്കും അവനോട് ക്ഷമിച്ചു എന്നും പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി രംഗത്ത് വന്നായിരുന്നു. അതൊക്കെ ഭയങ്കര വലിയ കാര്യമായിരുന്നു ആ സമയത്തൊക്കെ. അതിനുശേഷം സത്യം തെളിയിച്ചിട്ട് പോലും പിന്നെയും അതിന്റെ ഒരു ഇത് എത്രത്തോളം വ്യക്തമായിട്ടില്ല. അതിന്റെ ഒരു സീരിയസ്നെസ് ഇതിന് കൊടുക്കുന്നില്ല ഇപ്പോഴത്തെ സർക്കാർ. മുകേഷുമായിട്ട് ബന്ധപ്പെട്ട ഇതിന് കൊടുക്കുന്നില്ല. ഞങ്ങളുടെ സുഹൃത്തായിട്ടുള്ള അക്ഷയദീപ് കണ്ടെത്തിയതായിരുന്നു അത്. ഞങ്ങൾ ഇതിൽ ബാധകമല്ലെന്ന് അല്ല അത് ഇത്ര നേരം നമ്മൾ ചർച്ച ചെയ്തത്. അത് വീണ്ടും ഇതിൽ ഈ കേസിൽ വന്നത് നടന്മാരുടെ അറസ്റ്റ് ഉടനില്ലെന്ന് AIG പൂങ്കുഴലി പറയുകയാണ്. പൂങ്കുഴലി നല്ല പേര്. പൂങ്കുഴലി കണ്ടിട്ടില്ല? പൊന്നിയിൻ സെൽവനകത്തുണ്ട് പൂങ്കുഴലി. അപ്പം ഈ മുകേഷ് അടക്കമുള്ളവരുടെ ഹർജികൾ ഒന്നിച്ച് പരിഹരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഈ കേസിലുള്ള വാദം അടച്ചിട്ട മുറിയിലായിരിക്കും നടക്കുക. അറസ്റ്റ് ഉടൻ ഉണ്ടാവില്ലെന്ന് പൂങ്കുഴലി അറിയിച്ചു. MK മുകേഷ് ഉൾപ്പെടെയുള്ള നടന്മാർക്കെതിരെയുള്ള ലൈംഗിക പീഡന കേസിൽ അറസ്റ്റ് ഉടനില്ലെന്ന് സംഘടനയുടെ മേൽനോട്ടം വഹിക്കുന്ന AIG പൂങ്കുഴലി. എനിക്ക് ഇടയ്ക്ക് തോന്നി ഈ ശാരദ മേഡത്തിന് എന്തിനാണ് ഈ നമ്മള് ഇതിനകത്ത് വെച്ചതെന്ന്. കാരണം പുള്ളിക്ക് പറയുന്ന പ്രസ്താവനകളൊക്കെ ഒന്നിനൊന്ന് പ്രോബ്ലമാറ്റിക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരത്തി പറയുന്ന ഒരു സാധനമാണ് വെളിപ്പെടുത്തലുകൾ വെറും ഷോ. ഇതാണ് പ്രശ്നം. അതെ പുള്ളിക്കാരത്തി പറഞ്ഞേക്കുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുണ്ടായ വെളിപ്പെടുത്തലുകളെ ചുമ്മാ ഇതെല്ലാം ഷോ എന്നാണ് ഇദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ സമയത്ത് എല്ലാവരും ചിന്തിക്കേണ്ടത് വയനാടിനെ കുറിച്ചാണെന്നും എത്രയോ പേർ മരിച്ചുപോയെന്നും ശാരദ പറഞ്ഞു. ലൈംഗിക അതിക്രമം എല്ലാ കാലത്തും സിനിമയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇപ്പോൾ അതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. അന്ന് മറ്റേ പണ്ട് ആനപ്പുറത്തിരുന്നതിന്റെ ഇതുണ്ടെന്ന് പറഞ്ഞ അതിനെതിരെ വളരെ വ്യക്തമായിട്ട് പ്രമോദ് എന്ന് പറയുന്ന പ്രമോദല്ലേ അദ്ദേഹത്തിന്റെ പേര്, ഒരു ഫേമസ് ആയിട്ടാണ് നമ്മുടെ നമ്മളിലൊക്കെ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സമയത്ത് ഹിറ്റായിട്ടുള്ള പുരുഷ പ്രേതത്തിലെ നായകനുണ്ട് പ്രമോദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഭയങ്കര രസകരമായിട്ട് അതിനോട് പ്രതികരിച്ച ഒരു സെലിബ്രിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് എന്ത് രസമായിട്ടുള്ള ആ ഒരു കാര്യത്തിനെ പറ്റി പറയുന്നത്. അതായത് അദ്ദേഹം ആ വിഷയത്തെ ഹേമക്കമ്മിറ്റി റിപ്പോർട്ടിനെ പറ്റിയിട്ട് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ പുള്ളി പറയുന്നത് അദ്ദേഹം ബോംബെയിൽ ഇത്തരത്തിലൊരു സിനിമയ്ക്ക് പോയി. അപ്പൊ അന്ന് ഒരു സ്ത്രീയുടെ ഒരു തമാശയായിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് അഭിനയിക്കുന്ന മലയാളിയാണ്. അപ്പൊ തമാശയ്ക്ക് അവർ പറഞ്ഞു അപ്പം ആ സെറ്റിൽ വന്നു കഴിഞ്ഞപ്പം സാധാരണ പുള്ളി ഇങ്ങനെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം അത് മലയാളിയാണ്, ഹിന്ദി പോയിട്ട് എന്ത് പറയാനെന്ന് പറഞ്ഞാൽ പുള്ളി മിണ്ടാതിരുന്നത്. അപ്പം ഒരാൾ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു നമുക്ക് മൊത്തം ഒരു ഭാഷക്കാരൻ നമ്മൾ ചിലപ്പോൾ മിണ്ടിന്ന് വരില്ലല്ലോ. അപ്പൊ പുള്ളി ഇങ്ങനെ നിന്ന സമയത്ത് വേറൊരാൾ ചോദിച്ചു ഇയാളെ ആ സിനിമയിൽ പിള്ള എന്നാണ് പിള്ള സാർ ഭാര്യ വന്നല്ലോ നിങ്ങക്ക് സന്തോഷമായല്ലോ എന്നൊരു കാര്യം പറഞ്ഞു. ഇനിയിപ്പം സിനിമ കാണാലോ ഒരുമിച്ച് ഫുഡ് കഴിക്കാം. അപ്പൊ പുള്ളി സിനിമയിലെ നായിക വന്നല്ലോ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ തന്നെ കാസ്റ്റിംഗ് ടീമിന് ഈ ലേഡി പരാതി കൊടുത്തു. അവിടുന്ന് ഡയറക്ടറെ വിളിച്ചു, എന്താണ് നിങ്ങൾ ഞങ്ങളുടെ നായിക്കെതിരെ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ അതൊരു പ്രശ്നം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ അയാൾ വാക്കുകൊണ്ടൊരു തമാശയാണ് പറഞ്ഞിട്ടുള്ളത്. അത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഈ തമാശ എന്ന് പറഞ്ഞപ്പോ എന്തിനാണ് നിങ്ങൾ സീരിയസ് ആക്കിയെന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞൊരു കാര്യമാണ്, ഇന്നിത് പറഞ്ഞു നാളെ അത് വേറൊരാൾക്ക് വേറെ പറയും, ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടാണ് ഞങ്ങൾ വന്നേന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഈ ഒരു കാര്യത്തിനൊക്കെ ഭയങ്കര രസകരമായിട്ട് പുള്ളി ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ലൊരു ആലി അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും രസകരമായിട്ട് സംസാരിച്ചിട്ടുള്ളത് അദ്ദേഹമാണെന്ന് തോന്നുന്നു. വളരെ ക്ലിയർ ആയിട്ടുള്ള
സ്റ്റേറ്റ്മെന്റ്, അതുപോലെ പുള്ളിക്ക് ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന ഒരു അബ്യൂസ്, അതായത് പുള്ളിനെ ഇങ്ങനെ പുള്ളിക്ക് ഇച്ചിരി വണ്ണമുണ്ട്, അപ്പൊ എപ്പോഴും പുള്ളിയുടെ ഇവിടെ വന്ന് ഇങ്ങനെ സീനിയേഴ്സ് ഇങ്ങനെ അപ്പൊ പുള്ളി പറയുന്നത് അന്ന് പുള്ളിക്ക് ടീച്ചറിനോട് വേണമെങ്കിൽ പറയാം, ടീച്ചർ സ്കൂളിൽ മാത്രമേ പ്രൊട്ടക്ട് ചെയ്യുള്ളൂ, പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ പുള്ളി അതിന് അപ്പൊ അത് പുള്ളിക്ക് ഒരു ട്രോമയാണ്, ക്ലാസ്സിൽ എക്സാം എഴുതാൻ പോകുന്നത്. അപ്പൊ എന്തുകൊണ്ടപ്പോ പ്രതികരിച്ചില്ല എന്ന ആളുകൾ ചോദിക്കുന്നതിന്റെ ആയിട്ടുള്ള കാര്യം പുള്ളി പറയുന്നുണ്ട്, ഭയങ്കര രസകരമായിട്ട് പറയുന്നുണ്ട്. അപ്പം അതിനോടാണ് ഞാൻ ഈ ശാരദയുടെ ഈ പണ്ടത്തെ കാര്യമല്ലേ എന്നൊക്കെ പറയും. പണ്ട് അവരെ പലരും അനുവദിച്ചു കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ പലരും മിണ്ടാതിരുന്നോണ്ടായിരിക്കും ഒരു പക്ഷെ ഇപ്പൊ ഒരുപാട് ജനങ്ങളുടെ ജീവിതത്തെ ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്ന പോലെ ഈ വിഷയം വളർന്നു വന്നത്. അപ്പൊ അതിന് പറഞ്ഞെന്നുള്ളൂ. ഇപ്പം വളരെ ഞാൻ പറഞ്ഞത് ഇദ്ദേഹത്തിന്റെ ഒരു സംസാരം എന്ന് പറഞ്ഞാൽ വളരെ എംപതറ്റിക് ആയിട്ടുള്ള ഒരു സംസാരമാണ്. അത് ഭയങ്കര നമുക്ക് മനസ്സിൽ കൊള്ളുന്ന പോലെ ഭയങ്കര രസകരമായിട്ടാണ് അത് പ്രമോദ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്ത് കാണണം? ആ സ്റ്റേറ്റ്മെന്റ്. അതെ അതെ, അദ്ദേഹത്തിന്റെ തന്നെ പേജിൽ അത് ഇട്ടിട്ടുണ്ട്, ഒരുപാട് ഭയങ്കര രസമായിട്ട്. അത് ആരെ ഹാം ചെയ്യാതെ പറഞ്ഞേക്കുന്നത്, വളരെ വ്യക്തമായിട്ട് അത് പറഞ്ഞു. അപ്പം അതൊരു നല്ല കാര്യമാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെടുത്താണ് പറയുന്നത്. അതേപോലെ തന്നെ ഹേമ കമ്മിറ്റിയുള്ള വേറെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തമിഴിലും ഇതേപോലത്തെ ഒരു കമ്മിറ്റി വരണമെന്നാണ്. നിങ്ങൾ പറഞ്ഞു, ജീവ പറഞ്ഞു. വിശാൽ അങ്ങനെ പറഞ്ഞപ്പോ ഇയാൾ ക്രൂരനാണെന്ന് പറഞ്ഞ് വേറൊരു സ്ത്രീ വന്നിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട്. എന്തോ ഒരു റെഡ്ഡിയോ അപ്പൊ അവര് വന്നിരുന്നു. അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പം അതാണ് ഒരു മെയിൻ ആയിട്ടുള്ള ഹേമ കമ്മിറ്റി അപ്ഡേറ്റ്സ്. ഒപ്പം തന്നെ ബാബുരാജിനെതിരെയും ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. അപ്പൊ യുവതിയുടെ പരാതിയിൽ കേസെടുത്ത് കേരള സർക്കാർ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ന്യൂസ് അപ്ഡേറ്റ്സ്. പിന്നെ ഒരു കാര്യം, യുക്രൈനിൽ മിസൈൽ വർഷവുമായിട്ട് പിന്നെയും റഷ്യ ഇറങ്ങിയിരിക്കുകയാണ്. അതും ഒരു തീരാത്ത യുദ്ധങ്ങൾ. അതിനപ്പുറം ഇസ്രായേൽ ഇറാൻ യുദ്ധം. ഇങ്ങനെയല്ലേ മനുഷ്യരിങ്ങനെ നോക്കി നിൽക്കുമ്പോ ചാരമായി പോകുന്നത്. അതെ, നമ്മളിപ്പോ പറയുന്നത് ഇസ്രായേലും പാലസ്തീനല്ലേ, ഇവിടെ യുക്രൈനും ഇതുമല്ലേ. പേടിക്കണ്ട, മണിപ്പൂരിലും പിന്നെയും ഇന്നലെ യുദ്ധം ഉണ്ടായിരുന്നു. മണിപ്പൂരിലും വീണ്ടും കലാപം സൃഷ്ടിക്കുകയാണ്. അത് മണിപ്പൂരിൽ ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ഇടയിലേക്ക് ബോംബ് ഇടുക, അല്ലെങ്കിൽ ഡ്രോൺ വഴി ആക്രമണം നടത്തുക. അതും ഒന്നും അറിയാത്തവരാണ് ഈ മരിക്കുന്നതെന്നുള്ളതാണ്. കാരണം കലാപം അഴിച്ചുവിടുന്നവർക്കൊന്നും പ്രശ്നമല്ല, അത് അനുഭവിക്കുന്നവരുടെ അവസ്ഥയെ ഭയങ്കര ദാരുണവും വേദനാജനകവുമാണ്. വേറൊരു സങ്കടകരമായ ഒരു വാർത്ത ഞാൻ എവിടെയോ കണ്ടായിരുന്നു, ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏത് ഫ്രണ്ട് പേജിൽ തന്നെ ഉണ്ട്. അതേപോലെ തന്നെ വേറെ ഭയങ്കര പ്രാധാന്യത്തോടെ കൂടി കൊടുത്തിട്ട് അല്ലെങ്കിൽ പോലും ഉള്ള ഒരു വാർത്തയാണ്. കുറച്ച് ആളുകൾക്ക് മുമ്പ് രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ വലിയൊരു റിപ്പോർട്ടുകളൊക്കെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കുട്ടികളുടെ മക്കളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് വ്യാജ പ്രചരണം നടത്തിയ 2 പേർക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ആണെന്നാണ്. അതുകൊണ്ടായിരിക്കുമല്ലോ ഒരു കേസ് കൊടുത്തത്, എനിക്കറിയില്ല. എന്തായാലും കേസ് കൊടുത്തിട്ടുണ്ട്. ഏതൊരു പത്രം അത് ചെറുതായിട്ടും ഒരു പത്രം അത് വലുതായിട്ടും രേഖപ്പെടുത്തിയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഞ്ചു കുഞ്ഞിനെ കൊന്ന് അമ്മയും കാമൂരും. നമ്മളത് പറയാതിരിക്കാൻ വയ്യല്ലോ. നമ്മൾ ഇതിനു മുമ്പ് മിനിങ്ങാന്ന് നമ്മൾ ചർച്ച ചെയ്ത് അച്ഛൻ ആ മകനെ കൊന്നതും മകൻ അച്ഛനെ കൊന്നതും അമ്മേനെ കൊല്ലുന്നതും അങ്ങനെ നിരവധി. അതെ, നവജാത ശിശുവിനെ കൊന്നു കുഴിച്ചുമൂടി, യുവതിയും സുഹൃത്തും അറസ്റ്റിൽ. ഈ യുവതി എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അമ്മയാണ് കേട്ടോ. വിവേകേതര ബന്ധത്തിലുണ്ടായ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സ്ത്രീയെയും പുരുഷനെയും അറസ്റ്റ് ചെയ്തു. രതീഷും ആശയുമാണ് പ്രതികൾ. സ്ത്രീയും പുരുഷനെന്നും പ്രതിപാദിക്കുന്നതിനേക്കാൾ നല്ലത് രതീഷിനെയും ആശയെന്നും തന്നെ പറയുന്നതായിരിക്കും. ആലപ്പുഴ ചേർത്തലയിലാണ് സംഭവം. ജനിച്ചു കഴിഞ്ഞ് 4-ാം ദിവസം കൊച്ചിനെ കൊന്നു കുഴിച്ചു മൂടി. പോലീസ് അത് കണ്ടുപിടിച്ചതുകൊണ്ട് ഇവരിത് ഇത് കണ്ടെത്താൻ സാധിച്ചത്. എന്ത് ക്രൂരമായിട്ടുള്ള ഒരു മനുഷ്യരാണെന്നാണ് അവരുടെ വ്യക്തിപരമായ ഇതിനു വേണ്ടി. ഒരു കേസല്ല, കഴിഞ്ഞ ദിവസം ഒരാഴ്ച മുമ്പ് ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് എങ്ങനെ അതേ കേസ്, അതാരും വെളിയിൽ വന്നില്ല. പക്ഷെ അതെ, കുഞ്ഞിനെ എറിഞ്ഞു ഫ്ലാറ്റിന്റെ അതാണ് ഒരു ന്യൂസ് ചാനലിലും ഒരു പത്രത്തിലും വന്നിട്ടില്ല. വന്നോ? ചർച്ച ചെയ്തായിരുന്നു, ഇഷ്ടംപോലെ ചർച്ചകളിലായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒരുപാട് പേര് ഇട്ടിട്ടുണ്ടായിരുന്നു.
പക്ഷെ പത്രത്തിൽ അവര് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്നുള്ള ഒരു ടാഗിലല്ല വന്നത്, യുവതി യുവാവ് അപ്പൊ അതുകൊണ്ടായിരിക്കും അത് ലൈവായിട്ട് തന്നെ പത്രങ്ങള് ടിവികള് റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു കാര്യം വന്നിരുന്നു അത്യാവശ്യം. ഇതും ഇപ്പൊ ചെറുതായിട്ടാ വന്നത്. ചില പത്രങ്ങളിൽ ഇത്ര ഉള്ള ന്യൂസ് എന്നൊക്കെ പറഞ്ഞ് എത്രത്തോളം, കാരണം ഇതൊക്കെ സ്ഥിരമാണെന്നുള്ള ഒരു ടോണാണ് ഇപ്പം മാധ്യമങ്ങൾ വരെ ഇതിനെ സ്വീകരിക്കുന്നത്. കാരണം കേരളത്തിൽ ഇത് നടക്കുന്നതാണ്, അത് ആൾക്കാരൊന്നും അറിയുക അത്ര ഉള്ളതെന്നുള്ളൂ. അത് മുക്കിക്കളയുന്നതാണോ മുക്കുന്നതാണോ എന്നൊക്കെ നമ്മള് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനത്തെ വലിയൊരു സംഭവം നടന്നിട്ടേ നമ്മളതിനെ ഇങ്ങനെ എത്ര ലഘൂകരിക്കാൻ എങ്ങനെ പറ്റുന്നു എന്നുള്ളതൊക്കെ മനസ്സിലാവുന്നില്ല. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇത്തരത്തിലുള്ള നവജാത ശിശുക്കളെ കൊല്ലുന്നത് പോലത്തെ വാർത്തകൾ വരുന്നുണ്ട്. അപ്പം അതിനുള്ള വളരെ വ്യക്തമായിട്ടുള്ള സംവിധാനങ്ങൾ നമുക്കുണ്ട്. കുഞ്ഞുങ്ങളെ വേണമെങ്കിൽ അമ്മത്തൊട്ടിലുകളിൽ നമുക്ക് ഉപേക്ഷിക്കാം, അല്ലെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് അതിനെ നേരിടാം, അല്ലെങ്കിൽ നിയമപരിരക്ഷ നമുക്ക് അതിനകത്ത് കിട്ടും. ഒരു അനാഥാലയത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് പോയാൽ പോലും വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് തീർച്ചയായിട്ടും. അപ്പോ ഇത്തരത്തിലുള്ള കുറച്ചും കൂടെ എന്തെങ്കിലുമൊക്കെ നിയമപരമായിട്ടുള്ള പരിരക്ഷ കുഞ്ഞുങ്ങളെ ഇങ്ങനത്തെ കാര്യത്തിൽ മാത്രമല്ല, ഇവർക്കെതിരെയുള്ള നിയമത്തിൽ മാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ വേണ്ട രീതിയിൽ അങ്ങനെ കൈമാറാനോ ദത്ത് കൊടുക്കാനോ ഒക്കെ പറ്റുന്ന നല്ല മീഡിയേറ്റഡ് സൊല്യൂഷൻ. 4 ദിവസം പ്രായമുള്ള കുട്ടിക്ക്. അപ്പോ അത് വിഷമത്തിന്റെ ഒരു കാര്യമാണ്. വിഷമായി പോയല്ലോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മലയാള മനോരമയിലൊക്കെ പ്രധാനമായിട്ട് വരുന്ന കാര്യം. അതേപോലെ ഇന്നലെ നമ്മൾ പറഞ്ഞതാണ് ഈ ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ മുറിവാലൻ മരിച്ചു എന്ന് പറയുന്നത്. അപ്പം ചക്കക്കൊമ്പന് ചെറിയ രീതിയിൽ മതപ്പാടുകൾ കാണുന്നുണ്ടെന്നും അല്ലെങ്കിൽ മതപ്പാടുണ്ടെന്നും വളരെ ക്രൂരമായിട്ടുള്ള ഒരു നേച്ചർ കാണിക്കുന്നത്. കാരണം ഇപ്പൊ അരിക്കൊമ്പനില്ല, ഇതേപോലെ തന്നെ മുറിവാലനില്ല, ചക്കക്കൊമ്പൻ മാത്രമാണുള്ളത്. അപ്പം അദ്ദേഹം 2 വർഷത്തിനിടയിൽ കൊലപ്പെടുത്തിയിട്ടുള്ളത് ഒരു മനുഷ്യനെയും 2 ആനകളെയാണ്. അപ്പം അതൊരു വലിയൊരു വിഷമല്ല, ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അപ്പോ മുറിവാലന്റെ ജഡം മറവ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി നമ്മുടെ യൂട്യൂബിൽ ഒരു കമന്റ് വന്നു, കിറ്റ് കിട്ടുമോന്ന് ഓണത്തിന്. കിട്ടും ചേട്ടാ, കിട്ടും. ചേട്ടാ ഈ 9-ാം തീയതി കിട്ടുമെന്നല്ലേ പറഞ്ഞേ? 9-ാം തീയതി പറഞ്ഞത്. 5-ാം തീയതി മറ്റേ ചന്ത തുടങ്ങും, 9-ാം തീയതി കിട്ടും. എല്ലാവർക്കും ഉണ്ടോ? എല്ലാവർക്കും ഉണ്ടോ? കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കണം കേട്ടോ ചേട്ടാ. ക്രിസ്ത്യൻ ജോസഫ് കിറ്റ് കിട്ടുമെന്ന്. കിട്ടും. കിട്ടിയില്ലെങ്കിൽ നമ്മളത് എങ്ങനെയാലും മേടിക്കും. അതെ, ചേട്ടനും മേടിച്ചു, ചേട്ടനും കിട്ടുക. അയ്യോ ചുമ്മാ വരല്ലേ. അപ്പം അവര് നാളെ ഒരുത്ത കിറ്റ് തരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. ക്രിസ്ത്യൻ ചേട്ടന് മാത്രം. കിറ്റിൽ എത്ര കിലോ കിട്ടുമെന്ന്? കിറ്റ് കിലോയോ എന്താ ചേട്ടാ? സർക്കാരിനോട് ചോദിക്കും ചേട്ടാ, സർക്കാർ പത്രത്തിൽ അതൊന്നും കൊടുത്തിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ കൊൽക്കത്തയിലെ ക്രൂരമായിട്ടുള്ള ബലാത്സംഗത്തിന്റെ വാർത്തകൾ നമ്മൾ കേട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് അതില് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ആ എജിക്കവർ ഹോസ്പിറ്റലിലെ റോളുകളെ പറ്റി നമ്മൾ കേട്ടതാണ്. അപ്പോൾ ആ ഹോസ്പിറ്റൽ അന്ന് ഈ കേസുകളെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയെന്ന് വ്യാപകമായിട്ട് പരാതി ഉയരുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ അവിടുത്തെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള സന്ദീപ് ഘോഷ് എന്ന് പറയുന്ന മുൻ പ്രിൻസിപ്പള്. അദ്ദേഹത്തിനെതിരെ ഒരു അറസ്റ്റ് വന്നിട്ടുണ്ട്. മണിക്കൂറുകൾ 2 ആഴ്ച നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് സാമ്പത്തിക ക്രമക്കേടുകളൊക്കെ ബന്ധപ്പെട്ടുള്ള കേസിലാണ് ഇപ്പോഴത്തെ ഒരു അറസ്റ്റ് വന്നത്. അതെ, ഈ കേസ് വന്നപ്പോ മുതൽ ഈ കുട്ടിയുടെ കുടുംബവും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളും ഒരു പറയുന്ന ഒരു കാര്യമാണ് ഈ ആളുടെ റോളിനെ പറ്റിയിട്ട്. അപ്പം അതൊരു പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ജനയുഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു കാര്യമാണ്, ഈ കുറച്ച് നാളുകളായിട്ട് ട്രെൻഡ് അതാണ്, എന്തെങ്കിലും ഒരു കേസുകളിൽ ആളുകൾ പ്രതിയാകുന്നു എന്ന് കേൾക്കുമ്പോ തന്നെ ഒരു ബുൾഡോസർ എടുത്തോണ്ട് പോയി നേരെ പോയി അവരുടെ വീട് അടിച്ചു തകർത്ത് തരിപ്പടാക്കുന്ന ഒരു പരിപാടി. അത് നോർത്തിലാണ് കൂടുതൽ, നമ്മുടെ ഇവിടെ ഒന്നുമില്ല. അതൊരു വലിയൊരു ഹീറോയിസം പോലെയാണ് ആളുകൾ ചെയ്യാറ്. കാരണം ഇയാളുടെ പേരുള്ള കുറ്റം തെളിയിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ ഇയാൾ എന്തെങ്കിലും ചെയ്തു എന്ന് കേൾക്കുമ്പോ തന്നെ ബുൾഡോസർ എടുത്തോണ്ട് പോയി നിരപ്പാക്കുന്ന ഒരു പരിപാടിയാണ് നടക്കുന്നത്. അപ്പം അതിനെ മിനിവേഷൻസ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ലേ? എന്തെങ്കിലും ഒരു കുറ്റം ആരോപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അപ്പൊ തന്നെ തകർക്കുക, അക്രമം, അവരുടെ വീടുകള്, സ്ഥാപനങ്ങൾ, അങ്ങനെയൊന്നും നടന്നിട്ടൊന്നും. ഞാൻ മിനി വേഷൻ ഇടയ്ക്ക് നടക്കത്തില്ല. എന്താ മിനി വേഷൻ? അക്രമങ്ങളൊക്കെ ഉണ്ടാകുക. അത് ഞാൻ പൊതുവേ പറഞ്ഞ നമ്മുടെ ഇന്ത്യക്കാർക്ക് അത് പ്രത്യേകം
എല്ലായിടത്തും കാണും മനുഷ്യന്റെ ഒരു പ്രശ്നമാണെന്ന് തോന്നുന്നത്. അതെ. നമ്മള് സത്യം തെളിയിക്കുന്നോടം വരെ ഒരു ക്ഷമ കൊടുക്കുക, ആക്രമിക്കണം, അതായത് പ്രതിരോധിക്കണം, അതായത് പ്രതിരോധിക്കണം, പക്ഷെ അക്രമമല്ല അതിനുള്ളൊരു ശാശ്വത പരിഹാരം. അത് നമ്മൾ മനസ്സിലാക്കുക. അതാണ് ഞാൻ അതിന്റെ ഒരു അന്തർധാരയിൽ പറഞ്ഞു വന്നത്. അപ്പൊ ഈ ബുൾഡോസർ പദ്ധതി കൊണ്ടുവന്നത് നമ്മുടെ ഉത്തർപ്രദേശ് സർക്കാരാണ്. അതായത് നമ്മുടെ ആദിത്യനാഥിന്റെ ടീംസ് ആണ് ഈ പരിപാടി കൊണ്ടുവന്നത്. എന്തെങ്കിലും ഒരു കേസ് വരുന്ന എന്റെ വീട് കുറെ വീടുകൾ അങ്ങനെ അത്തരത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അടിച്ചു തകർക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ബുൾഡോസർ നീതി എന്നാണ് അതിനെ പറയുന്നത്. ബുൾഡോസർ നീതി, അതെന്ത് നീതി? നീതി കോടതിയിൽ നിന്ന് കിട്ടാത്തതുകൊണ്ടാണ് അത് പൊളിച്ച്, അതാണ് അവരുടെ നീതി. അതാണ് നീതി. സ്വന്തം വീട് പോകുമ്പോ അവർ അത് പഠിച്ചോളൂ. അപ്പം ഈ വിഷയത്തില് ബുൾഡോസർ രാജിനെതിരെ രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കും എന്ന കാര്യത്തിലൊരു വ്യക്തതയാണ് ഇപ്പൊ കോടതി വരുത്തിയിട്ടുള്ളത്. അപ്പം ഈ പറയുന്നൊരു കാരണം ഉണ്ടെങ്കിൽ പ്രതി ക്രിമിനൽ കുറ്റത്തിൽ ഉൾപ്പെട്ടു എന്ന കാരണം കൊണ്ട് തന്നെ അവരുടെ വസ്തുക്കളൊന്നും പൊളിക്കാൻ കഴിയില്ലെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അറിയിച്ചിരുന്നു. നിർമ്മാണം നിയമവിരുദ്ധമാണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള പൊളിക്കുന്ന പരിപാടികളൊക്കെ നടക്കൂ എന്നും, എന്നാൽ ആ വിഷയം കോടതിക്ക് മുൻപിൽ തെറ്റായി അവതരിപ്പിക്കുകയായിരുന്നു എന്നും ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ബുൾഡോസർ രാജിന് ഒരു തടയിടാൻ സുപ്രീം കോടതി ആലോചിക്കുന്നുണ്ട്. അങ്ങനെ കാരണം ഒരാള് ആരോപിതനാകുമ്പോ തന്നെ അയാളുടെ വീട്ടിൽ പോയി അയാളുടെ വീട് അടിച്ച് ലോജിക്കില്ല. അത് UP സർക്കാരിന്റെ ഒരു വല്ലാത്ത കളികൾ തന്നെ. അതെ അതെ അത് അപ്പം അതൊരു കാര്യമാണ്. പിന്നെ ഇസ്രായേലിൽ കനത്ത പ്രതിഷേധമാണ് ഉണ്ടാവുന്നത്. നെതന്യാഹുവിനെതിരെയാണ് വരുന്നത്. കാരണം അന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞാണ് 6 തടവുകാര് അവിടെ മരിക്കുകയുണ്ടായിരുന്നു സ്ഥിതികളുടെ ആക്രമണത്തില്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വഴക്കുകൾ ഉണ്ടായിരുന്നു. അതിന്റെ ഒപ്പം തന്നെ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കണമെന്നുള്ള ആവശ്യത്തെ തുടർന്നിട്ടാണ് ഇത്ര വലിയ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. ഇങ്ങനത്തെ ഒരു സമരം വരുന്നത് ഇസ്രയേലില് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നെതന്യാഹു കാരനാണെന്നാണ് ഹരറ്റസിന്റെ മുഖപ്രസംഗത്തിൽ പറയുന്നത്. സത്യം പറഞ്ഞ ഈ ഇറാന്റെ മറ്റു നേതാവിനേക്കാളും ഇപ്പൊ ഇദ്ദേഹം ഭയങ്കര രൂക്ഷമായ വിമർശനം നേരിടുന്ന ഒരു നേതാവാണ് നെതന്യാഹു. ആള് ക്രിമിനൽ ആണെന്ന് വരെയാണ് ചിലർ പറയുന്നത്. ഒരു സന്തോഷകരമായ വാർത്ത. പാരാലിമ്പിക്സിൽ നമുക്ക് വീണ്ടും സ്വർണം അനുമോദനങ്ങൾ. ഇന്ത്യക്ക് വീണ്ടും സ്വർണം നേടിയിരിക്കുകയാണ്. ഓക്കെ, പാരാലിമ്പിക്സിൽ ഇന്ത്യക്ക് 2ാം സ്വർണം. ഇന്നലെ ബാഡ്മിന്റണിൽ പുരുഷ സിംഗിൾസിൽ SL3 വിഭാഗത്തിൽ നിതേഷ് കുമാറാണ് ഇന്ത്യക്കായി പൊന്നു മേടിച്ചത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പൊന്നിൽ കുളിച്ച എന്തോ ഒരു പാട്ട് കണ്ടത് അല്ല, പൊന്നു മേടിച്ച വേറൊരു സ്ത്രീ. ഇന്നലെ കഴിഞ്ഞ ദിവസം എയർ പിസ്റ്റലിൽ സ്വർണം മേടിച്ച നമ്മളൊരു പാട്ട് പാടി ഒരു കുട്ടീനെ ആദരിച്ചായിരുന്നല്ലോ. നമ്മൾ പാടി നേരത്തെ 2 ദിവസം മുമ്പോടെ. ഓക്കെ ഫൈൻ. എനിവേസ് ഒരു സുന്ദരക്കുട്ടനാണ് സ്വർണം മേടിച്ചിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. എന്താണ് സ്വർണം കിട്ടി എത്ര ന്യൂസ്. അതായത് ഇന്ത്യക്ക് വേണ്ടി ഒരു സ്വർണം മേടിച്ചെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. കൺഗ്രാറ്റുലേഷൻസ്. സ്പോർട്സിൽ പറഞ്ഞു കഴിഞ്ഞാൽ റയൽ മാഡ്രിഡിന് ആദ്യ ജയം, ലാലിഗയിൽ ആദ്യ ജയമാണ്. എംബപ്പെ ഗോൾ അടിച്ചു. ലാലിഗയിൽ ആദ്യ ഗോളായിരുന്നു ഇന്നലെ പറഞ്ഞത്. ആരാധകരെ ശാന്തരാകുവാൻ ഇന്ന് പ്രഖ്യാപിച്ച 2 ഗോളുകൾ. സ്പാനിഷ് ലാലിഗ ഫുട്ബോളിൽ ഒരു പെനാൽറ്റി ഉൾപ്പെടെ 2 ഗോളുകൾ നേടി കിലിയൻ എംബാപ്പെ സൂപ്പർ 4-ല്. റയൽ മാഡ്രിഡ് സ്വന്തം മൈതാനത്ത് 2-0 റയൽ ബെറ്റിസിനെ തോൽപ്പിച്ചത്. അരങ്ങേറ്റ മത്സരത്തിൽ ഗോൾ നേടിയതിനു ശേഷം പിന്നീട് നടന്ന 3 കളികളിലും ഗോൾ നേടാൻ പറ്റിയില്ല എംബാപ്പയ്ക്ക്. പക്ഷേ എംബാപ്പെ 2 ഗോളുകളാണ് കഴിഞ്ഞ ദിവസം നേടിച്ചത്. പിന്നെ ക്രിക്കറ്റ് ലീഗില്ലേ, കേരള ക്രിക്കറ്റ് ലീഗിന് തുടക്കം. വെടിക്കെട്ട് ഓപ്പണിങ്. ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസിന് ജയം. ആലപ്പുഴയിലെ ടീമിന് 47 പന്തിൽ 92 റൺസുമായി മിന്നി റിപ്പിൾസ് ക്യാപ്റ്റൻ മുഹമ്മദ് അസറുദ്ദീൻ. അതൊരു അടിപൊളി കളിയായിരുന്നു. സെഞ്ചുറി നഷ്ടപ്പെട്ടെങ്കിലും 92 റണ്ണാണ് ആ താരം നേടിയത്. പിന്നെ ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ലിവർപൂള് ഇത് ലാസ്റ്റ് സീസൺ, മുഹമ്മദ് സലയുടെ ലാസ്റ്റ് സീസൺ ആയിരിക്കും ലിവർപൂളിന് വേണ്ടി. ലിവർപൂളിൽ ഇതെന്റെ അവസാന സീസൺ ആയിരിക്കും. അത് പരിപൂർണമായി ആസ്വദിക്കാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. കരാർ പുതുക്കാനുള്ള ക്ലബിലെ ആരും ഇതുവരെ എന്നെ സംസാരിച്ചിട്ടില്ല. അതിനെക്കുറിച്ചൊന്നും തല പോയിക്കാതെ നന്നായി ഫുട്ബോൾ കളിക്കാനാണ് പുള്ളിയുടെ ശ്രമം. ഏതായാലും ഒരു
പുള്ളിയുടെ അവസാന സീസണാണ് ലിവർപൂളിന് വേണ്ടി. പിന്നെ ബംഗ്ലാദേശിനെ ജയിക്കാൻ 143 റൺസ് കൂടി. ഇത്രയൊക്കെ ഉള്ളൂ സ്പോർട്സിലും. പിന്നെ സ്പോർട്സിൽ എടുത്ത് പറയേണ്ടത് നമ്മുടെ ശ്രീജേഷ് സാറിന് വീണ്ടും ഒരു അനുമോദനം കിട്ടി എന്നുള്ളതാണ്. ഇത് ഇതുവരെ കിട്ടില്ല, തന്നെ കിടക്കുകയാണ്. ഇത് ബാക്കിയുള്ള സന്മനസ്സുകൾ റീജിയണൽ സ്പോർട്സ് സെന്ററിലെ സ്വീകരണ പരിപാടിയിലൊക്കെ അദ്ദേഹത്തിന് വെള്ളി നാണയവും ക്യാഷ് പ്രൈസും കൊടുത്തു. അതോടൊപ്പം തന്നെ കുട്ടികളുമായിട്ട് സംവദിക്കാനുള്ള അവസരമൊക്കെ, പുതിയ കൊച്ചുകുട്ടികളൊക്കെ ആയിട്ട് സംസാരിക്കും, അങ്ങനെയുള്ള അവസരം. ഒളിമ്പിക്സിൽ ഇത്രയും നാളായിട്ടും പുള്ളിക്ക് ഒരു ആദരവ് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടില്ല. 2 കോടി രൂപ അല്ലേ? അതായത് അദ്ദേഹം പറയുന്നു, ഞാനിപ്പോ ഹോക്കിയിൽ എത്തിയില്ലെങ്കിൽ എല്ലാവരെയും പോലെ ഒരു നേഴ്സിംഗ് ജോലിയൊക്കെ മേടിയില്ല, അതേപോലെ തന്നെ നേഴ്സിംഗ് ജോലിയൊക്കെ മേടിച്ച് പുറത്തെവിടെയെങ്കിലും പോയാലെന്ന് പറഞ്ഞു. അപ്പം ഹോക്കി എന്നുള്ളൊരു കല അല്ലെങ്കിൽ ആ ഒരു കായിക വിനോദം അദ്ദേഹം കണ്ടെത്തിയത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അതുപോലെ അത് ഇതിനകത്ത് മനസ്സിലാക്കേണ്ട സാധനം എന്ന് വെച്ചാൽ ഒരുപാട് കുട്ടികൾ ഞങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കഴിവുകളുണ്ട്. അത് മനസ്സിലാക്കി അവരുടെ ആ ഒരു കായിക നിലവാരത്തെ നമ്മൾ ലോകത്തിന് മുന്നിൽ എത്തിക്കണം. അല്ലെങ്കിൽ അവരിതുപോലെ ഏതെങ്കിലും അന്യനാട്ടിൽ പോയി നേഴ്സായിട്ട് കിടക്കേണ്ടിയൊക്കെ വരും. നേഴ്സായിട്ട് കിടക്കേണ്ടത് പറഞ്ഞാൽ മോശമല്ല, അത് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുന്ന ചെയ്യാം. അതിനപ്പുറമുള്ള കഴിവുകളുള്ളവർ രാജ്യത്തിന്റെ തന്നെ ഒരു വെൽഫെയറിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു മെഡൽ പ്രതീക്ഷകളൊക്കെ വരിക എന്ന് പറഞ്ഞാൽ. അതെ, അതുകൊണ്ട് ഇനിയും നമ്മൾ ഇച്ചിരിയുടെ സ്പോർട്സ് ഒക്കെ ഇനിയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരട്ടെ. കാരണം എനിക്ക് എന്റെ പേഴ്സണലി എന്റെ ഫ്രണ്ട്സും കുറെ പേര് എനിക്ക് അറിയാം ഇപ്പോഴും ഇഷ്ടപ്പെട്ട ഇത് ചെയ്യാതെ ഇങ്ങനെ കിടക്കുന്നവര് ഇവിടെ തന്നെ ഉണ്ടായിരിക്കാം. അതെ, ഇവിടെ തന്നെ ഉണ്ടായിരിക്കാം. ഓക്കെ, നന്നായിട്ട് ഇല്ല ഈ കുട്ടിയല്ല, വേറെ കുട്ടി. ഞാൻ ഈ കുട്ടി ഉദ്ദേശിച്ചില്ല. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം, ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ എനിക്കതൊരു കാര്യമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ നിൽക്കാൻ പറ്റില്ല, ഇവിടുത്തെ രാജ്യത്തെ ഡെവലപ്പ് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്തുകൂടെ, അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കാര്യങ്ങൾ. അപ്പം പലപ്പോഴും നമ്മൾ പല വാർത്തകളിലും കാണുന്നതാണ്, നമ്മുടെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംരംഭങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന പല ആളുകൾക്കും പലപ്പോഴും അതിനുള്ള സപ്പോർട്ട് ഗവൺമെന്റിൽ നിന്നോ മറ്റു സിസ്റ്റങ്ങളിൽ നിന്നോ കിട്ടാത്തൊരു അവസ്ഥയുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് മലയാള മനോരമ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലൊരു പാൽ സൊസൈറ്റി രൂപീകരിച്ചു, അതായത് കോടികൾ മുടക്കി തന്നെ ഒരു പാൽ സൊസൈറ്റി രൂപീകരിച്ച് ഒരു പാലാ സ്വദേശിയായിട്ടുള്ള ജിന്നേരി മൈക്കിൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തൊടുപുഴയില് ഒരു സ്ഥാപനം തുടങ്ങിയിരുന്നു. ആ സ്ഥാപനത്തിൽ കറണ്ട് വരുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ആവശ്യത്തിന് പോയിട്ട് വളരെയധികം നേരാണ് കുട്ടിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ചിലവഴിക്കുന്നില്ല. ആദ്യം ഫൈൻ മുടക്കുക, അതൊന്നും കത്തിപ്പോകുന്നത് ചെയ്തു എന്തൊരു വിഷയമുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് വളരെ വലിയ ഒരു എന്താ പറയാ പൈസ കൊടുക്കേണ്ടി വന്നു. പിന്നെ അവിടെ പോയി കാത്തുകെട്ടി നിൽക്കേണ്ടി വന്നു. അപ്പൊ അതിന്റെ മനോവിഷമം കൊണ്ട് അവര് തളർന്ന് വീഴുന്ന ഒരു അവസ്ഥ പോലും ഉണ്ടായി. നമ്മൾ പലപ്പോഴും ഇങ്ങനെ പറയുന്നു, നമ്മുടെ കുട്ടികൾ പോകുന്നു അങ്ങനെ പോകുന്നു, നമ്മൾ പലപ്പോഴും അവർക്ക് വേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നില്ല. അപ്പൊ വട്ടം ചുറ്റിക്കായിരുന്നു എന്നാ പറയുന്നത് ഇവരെ. ഒരു ബിസിനസ് തുടക്കുന്നതുകൊണ്ട് അവരിങ്ങനെ വട്ടം ചുറ്റിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അതേപോലെ വരുന്ന ആളുകൾക്ക് എങ്ങനെ അതിനുള്ളൊരു പ്രചോദനം ഉണ്ടാകും? കാരണം നമ്മൾ അത്രമാത്രം സപ്പോർട്ട് കൊടുത്താൽ മാത്രം 8 ആളുകൾക്കാണ് ഈ ഒരു സംരംഭം കൊണ്ട് ജോലി കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ 8-9 പേരുടെ ജീവിതത്തെ ബാധിക്കുന്ന ഒരു കാര്യത്തിലൊക്കെ ഇത്തരത്തിലൊരു വിഷയം എടുക്കാന്ന് പറയാം. അപ്പം ഈ ഉദ്യോഗസ്ഥരുടെ ഷോക്കേറ്റ് യുവസംരംഭക കുഴഞ്ഞു വീണു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവര് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവരുടെ പിതാവ് പറഞ്ഞിട്ടുള്ള നാട്ടിൽ തന്നെ സംരംഭം തുടങ്ങാനാണ് 1 കോടി രൂപ വായ്പ ലൈഫ് മിൽക്ക് ആരംഭിച്ചത്. അതായത് നാടിന്റെ വികസനം, അതായത് ഓരോ ആളുകൾ വികസിക്കുമ്പോഴും അത് നമ്മുടെ നാടിന്റെ വികസനം തന്നെ. പുറത്ത് നമ്മൾ പോകുന്നതിന്റെ ഒപ്പം തന്നെ വളരെയധികം ഗുണങ്ങളുണ്ട് ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക, രാജ്യം വികസിക്കണമെങ്കിൽ നമ്മുടെ കുട്ടികൾ ഇവിടെ തന്നെ 8 ജീവനക്കാരുണ്ട്. നല്ല നിലയിൽ സംരംഭം മുന്നോട്ട് പോകുന്നതിനിടെയാണ് 2 ആഴ്ച മുൻപ് ഈ മീറ്റർ കത്തിയതും അതിന്റെ പേരിൽ ഇവരിങ്ങനെ വട്ടം ചുറ്റിച്ചു എന്നാണ് പറയുന്നത്. പക്ഷെ ഈ KSEBയുടെ സെക്ഷനിൽ നിന്നുള്ള അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത്, അധിക ലോഡ് ഉപയോഗം വന്നതിനെ തുടർന്നാണ് മീറ്റർ കത്തിപ്പോയത്. വയറിംഗും മീറ്ററും ശരിയാക്കിയ ശേഷം ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. ചാർജ് അടച്ചതിന്റെ പിറ്റേന്ന് തന്നെ കണക്ഷൻ നൽകി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ഇങ്ങനത്തെ കാര്യങ്ങളിൽ വരുമ്പോ അത് കുറച്ചും കൂടെ താല്പര്യത്തോടു കൂടി ഏറ്റെടുത്ത് ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത്. സിസ്റ്റം ഫ്രണ്ട്ലി ആക്കണം. കാരണം ഇപ്പൊ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അത് അടിച്ചിട്ട് പോവാ, ഇത് പോയിട്ട് ഇത് അടിച്ചിട്ട് പോവാ പറഞ്ഞുകൊണ്ടിരുന്നതിന് നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ്. എന്റെ ഒരു അറിവില് ചില പരോക്ഷമായിട്ട് ഇന്ന സ്ഥലം എന്ന് പറയുന്നില്ല, ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അവർ 5 ബിൽഡിംഗും കയറ്റി ഇറക്കിയിട്ട് അവർ വിടത്തുള്ളൂ. അത് ഒരിടത്ത് അങ്ങേ മൂലയ്ക്ക് പോയി നിന്ന് കഴിഞ്ഞാൽ അവര് പറയും ഇങ്ങേ മൂലയിലുള്ള ആ റൂമിൽ പോയിട്ട് കണ്ടുപിടിക്കാൻ പറയും. അല്ല, അതിൽ ഏറ്റവും വലിയ കാരണം നമ്മളെ സെർവ് ചെയ്യാനുള്ള ആളുകളാണ് നമ്മളെ കഷ്ടപ്പെടുന്നത്. നമ്മളെ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ കൊണ്ടുപോകേണ്ടത്. ഇത് ഇൻഫ്രാസ്ട്രക്ചർ, ഐ മീൻ IT ഒക്കെ ഇത്രയും ഡെവലപ്പ് ചെയ്യുന്ന സമയത്തും പേപ്പറിൽ എഴുതിയിട്ട് ഈ
അവിടെ അടച്ചിട്ടോ ഇവിടെ അടച്ചിട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ഒരു ഡ്രാഫ്റ്റ് അയക്കേണ്ട ആവശ്യമൊക്കെ ഉള്ളൂ. ഇത് ഇച്ചിരി കൂടെ സിസ്റ്റമാറ്റിക് ആവേണ്ട അത്യാവശ്യമാണ്. അതെ അതെ അതെ, പിന്നെ തീർച്ചയായിട്ടും. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഒരു എന്താ പറയാ ആളുകൾക്ക് നിൽക്കാനോ അല്ലെങ്കിൽ ഇത്തരം ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഒരു സ്പിരിറ്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് സഹായകരം ആവുമെന്നാണ് തോന്നുന്നത്. അതേപോലെ തന്നെ വേറൊരു കാര്യം, വലിയ വാർത്താ പ്രാധാന്യം എനിക്കറിയാം ചേച്ചി പറയാൻ പോകുന്നത് എന്താ താരദമ്പതികളുടെ അതെ നമ്മുടെ സന്തോഷ വാർത്ത തീർച്ചയായിട്ടും ഫാൻസുകാർക്കൊരു പറഞ്ഞോളൂ. നമ്മുടെ ദീപിക പദുക്കോണിനും അതേപോലെ തന്നെ രൺവീർ സിംഗിനും കുഞ്ഞ് ഈ മാസം ഉണ്ടാകും സെപ്റ്റംബർ ശുഭപ്രതീക്ഷയുടെ ഒരു ചെറിയ ഫോട്ടോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ട്. ചെറിയ ഫോട്ടോ അല്ല, ഇൻസ്റ്റയിലും ഒരു 14 ഫോട്ടോ പങ്കുവച്ചിട്ടുണ്ട്. രൺവീറിന്റെ പിറന്നാൾ ദിവസം തന്നെ. അതെ, പിറന്നാൾ ദിവസം തന്നെ കുഞ്ഞ് ജനിക്കും എന്നൊക്കെയാണ്. നല്ല കാര്യം, നല്ല രസമുണ്ടല്ലേ, നല്ല ക്യൂട്ട് ഫോട്ടോസ് ആണ് കാണണം. അതെ, അതേപോലെ തന്നെ വേറെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇവരുടെ പ്രഗ്നൻസി ഫേക്ക് ആണെന്നൊക്കെ കുറെ ആളുകൾ. അതെ അതെ, ഫോട്ടോ ഉണ്ടെങ്കിൽ കറക്റ്റ് കാര്യം കിട്ടും. അതേപോലെ തന്നെ ഇപ്പം കാശ്മീരിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ്. കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഇലക്ഷൻ, ജനാധിപത്യപരമായിട്ടുള്ള രീതിയിലുള്ള ഇലക്ഷൻ അവിടെ വരുന്നത്. അപ്പം 4ാമത്തെ പട്ടികയും BJP പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ BJP-യുടെ മത്സരിക്കുന്ന ആളുകളെ പറ്റിയിട്ടുള്ള ഒരു ധാരണ ആളുകളിലേക്ക് എത്തി തുടങ്ങി എന്നുള്ളതിന്റെ ഒരു എല്ലാ പത്രം കൊടുത്തേക്കുന്ന കർഷക ക്ഷേമത്തിന് 13,966 കോടി തന്നെ കേട്ടോ. ജന്മഭൂമി മാത്രമേ ഉള്ളൂ 14 കോടി, മീൻസ് 14,000 കോടി പറഞ്ഞിട്ടുള്ളൂ. ആ കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. അത് വായിക്കാതിരിക്കുമായിരുന്നു. ബിജു ചേട്ടൻ ഒരു ഹായ് കൊടുക്കും. ക്രിസ്ത്യൻ ചേട്ടാ, ഒരുപാട് നേരമായി ബിജു ചേട്ടൻ ഇരുന്ന് ഹായ് വേണം എന്ന് പറയുന്നത്. ക്രിസ്ത്യൻ ജോസഫ്, വീട് എവിടെയാണ്, താങ്കൾക്ക് സുഖമാണോ എന്ന്. പിന്നെ അതെ, ഞാൻ താങ്കളോട് മാപ്പ് ചോദിക്കുന്നു ക്രിസ്ത്യൻ ജോസഫ്, ഞാൻ ഇവിടെ എവിടെയാണെന്ന് ഉദ്ദേശിച്ചത്, വീട് എവിടെയാണെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഒരു ഹായൊക്കെ കൊടുക്കുക. ഹായൊക്കെ പൈസ കിട്ടുന്നല്ലേ, വെറുതെ കിട്ടുന്നല്ലേ. ക്രിസ്ത്യൻ ജോസഫ് ചേട്ടാ, നിങ്ങൾ വേണമെങ്കിൽ നമ്പർ കൊടുക്കും, നിങ്ങൾ അതെ, നിങ്ങളൊരു ഹായ് കൊടുക്കുക. ഫ്രീ ആയിട്ടുള്ളൊരു സാധനമല്ലേ, അത് കൊടുത്തു വിട്. ഒരുപാട് നാളായി കാണാറില്ല ഇപ്പൊ കൃഷ്ണപ്രസാദ്. പിന്നെ എന്തൊക്കെ കാണാൻ കിറ്റിൽ നിന്ന് അത് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങള് കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ്, കഴിഞ്ഞ കുറെ ആൾക്ക് മുമ്പ് ഞങ്ങള് പറഞ്ഞതാ കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന്. അതെ അതെ അതെ, എന്താണെങ്കിലും പായസ കിറ്റ് കാണും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ കോൺഗ്രസിനകത്തും പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളൊരു വാർത്തയെ തുടർന്നിട്ട് വനിതാ നേതാവായിട്ടുള്ള സിമി മാഡം അത്തരത്തിലൊരു കാര്യം പറയുന്നതും അതേ തുടർന്ന് അവരെ പുറത്താക്കുന്നതും. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സിമിക്ക് വളരെ ശക്തമായിട്ടുള്ള പിന്തുണയുമായി നമ്മുടെ പത്മജ കൂടി അതിനകത്ത് വരികയാണ്. പത്മജ ഇപ്പൊ BJP-യിലാണെങ്കിലും അദ്ദേഹം വളരെ ശക്തമായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അപ്പം അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി ഇതുമായിട്ട് വരുവാണ്. VD സതീശനെതിരെയാണ് ഏറ്റവും വലിയ കംപ്ലൈന്റ്സ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ VD സതീശനെ ഉണ്ടാതിരിക്കുവാണെന്നും പറയുന്നുണ്ട്. അതേപോലെ തന്നെ പറയുന്നത് ഈ കോൺഗ്രസിലും പവർ ഗ്രൂപ്പ് ഉണ്ട്. അങ്ങനെ കോൺഗ്രസിലുണ്ടായിരുന്ന പവർ ഗ്രൂപ്പ് കാരണം ആണ് അവർക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വന്നെന്നുള്ളൊരു ധാരണ അതിനകത്തുണ്ട്. അപ്പൊ പ്രിയങ്കരികളായവർക്ക് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ പത്മജയും ആഞ്ഞടിച്ചിട്ടുണ്ട്. പത്മജ പാർട്ടിയിൽ ഇരുന്നപ്പോഴാണ് എന്തൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ബെറ്റർ പറഞ്ഞില്ല. പക്ഷെ ഞാനിപ്പോ പറയും, ഞാനിപ്പോ പുറത്താണ്. അപ്പൊ അതൊരു കാര്യമാണ്. പിന്നെ നമ്മള് സിനിമയുമായി ബന്ധപ്പെട്ട വാർത്തകള് എപ്പോഴും ഒരു പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ RDS സിനിമയുമായി ബന്ധപ്പെട്ട ആ സിനിമ ഭയങ്കര ഹിറ്റായപ്പോ അതുമായി ബന്ധപ്പെട്ട് ലാഭവിഹിതം നൽകിയില്ല എന്നുള്ള രീതിയിൽ ഈ ഒരു കംപ്ലൈന്റ്സുകളൊക്കെ വന്നിരുന്നു. അപ്പൊ ആ വിഷയത്തിൽ നിർമ്മാതാക്കൾക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. നിർമ്മാതാക്കളായിട്ടുള്ള സോഫിയ പോളിനും ജെയിംസ് പോളിനും എതിരെയാണ് വഞ്ചന കുറ്റം, ഗൂഢാലോചന കുറ്റങ്ങളൊക്കെ ചുമത്തി ഹിൽ പാലസ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു പ്രധാനപ്പെട്ട വാർത്തകളെല്ലാം തീർന്നല്ലോ. ബമ്പർ ലോട്ടറിയുടെ 1ാം സമ്മാനത്തിനായി വ്യാജ ടിക്കറ്റ്, തമിഴ്നാട് സ്വദേശി അറസ്റ്റ്. അങ്ങനെ ഒരു യൂണിവേഴ്സ്. ഓക്കെ, അപ്പൊ അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മണിപ്പൂർ വീണ്ടും അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് ഗോരക്ഷകർ. കഴിഞ്ഞ ദിവസവും അതേപോലെ തന്നെ അതെ ആൾക്കൂട്ട കൊലപാതകങ്ങളുണ്ട്. അപ്പൊ ഗോരക്ഷകരുടെ ഒരു
ബീഫ് ഒന്നൊന്ന് കഴിച്ചെന്ന് പറഞ്ഞു. കഴിച്ചെന്ന്, കയ്യിൽ വെച്ചെന്ന്, കണ്ടെന്ന് എന്തൊക്കെയാണല്ലേ. അത് ചില സമയത്ത് കോഴിയുടെ, അതായത് എന്ത് വെച്ചാലും ഒരു പാടില്ല. അത് കോഴിയുടെ എന്തോ വെച്ചിട്ട് അത് ബീഫാന്ന് പറഞ്ഞൊക്കെ ഉപയോഗിച്ചെന്നൊക്കെ. അവരത്രത്തോളം ബീഫിന്. നമ്മള് പിന്നെ കങ്കണ ചേച്ചിയുടെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. കങ്കണ ചേച്ചി ഇന്നുമുണ്ടോ? കങ്കണ ചേച്ചി ഇന്നുമുണ്ട്. അപ്പൊ ഇവര് പറഞ്ഞിരുന്നു, ഇവര് കുറച്ച് സീനാണ് അതിനകത്തെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. അതായത് ഒരു സിഗ് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് കർഷക സമരവുമായി ബന്ധപ്പെട്ട സിഗ് വിരുദ്ധതയെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അപ്പം ആ രീതിയിൽ വൈകാരികമായിട്ടുള്ള ഉള്ളടക്കമാണ് ഈ സിനിമയിലുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതൊരു പ്രശ്നം. അടുത്ത പ്രശ്നം എന്താണോ ഉണ്ടാക്കാൻ പോകുന്നത്. വായിക്കാമോ? ഞാൻ വായിക്കില്ല, കണ്ടില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഇപ്പം ഗോരക്ഷകരുടെ പേരിലുള്ള ആളുകളെ ഉപദ്രവം ഇതൊക്കെ കുറയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഏകദേശം തീരാറായിക്കൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പുറത്തു വരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2017-നും 2022-നും ഇടയിൽ രാജ്യത്തുണ്ടായത് 1551 ബലാത്സംഗ കൊലപാതകങ്ങളാണെന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി വരുന്നുണ്ട്. കൊലപാതകങ്ങൾ ഇതിനെപ്പറ്റി പറയാനൊന്നുമില്ല. നമുക്ക് പറഞ്ഞു പറയുന്നതിലല്ല കാര്യം. ലഘൂകരിക്കപ്പെടുകയാണ്. പറഞ്ഞ് ലഘൂകരിക്കപ്പെടുക. സ്ഥിരമായി പറഞ്ഞുകൊണ്ടാന്ന് തോന്നുന്നു അവർക്ക് ഇപ്പൊ ഒരു എഫക്ട് വരാത്തൊരു കാര്യമാണ്. ബലാത്സംഗ കൊലപാതകങ്ങളാണ്. അതായത് മരിച്ചു എണ്ണമാണ് 1551 എന്ന് പറയുന്നത്. ബലാത്സംഗ കേസുകൾ അതിന് അപ്പുറമായിരിക്കാം. അത് ദുഃഖകരമായ 7 വർഷത്തിനുള്ളിലാണ് ഇത്രയും വലിയൊരു കാര്യം നടക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശിക്ഷ കിട്ടുന്നത് 3-1 കേസുകൾക്ക് മാത്രമാണ് ശിക്ഷ കിട്ടുന്നത്. ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടക്കുന്നത്, ക്രൈമുകൾ, കൊലപാതകങ്ങൾ നടക്കുന്നത് UP-യിലുമാണ്. അതാണ് നേരത്തെ അക്രമകാരികളുടെ വീട് ബുൾഡോസർ വെച്ച് തകർക്കുമെന്ന് പറഞ്ഞാൽ ആളുകളുടെ നഗരമാണ് ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതെന്ന് പറയുന്നത് ലോജിക്കലി. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇത് അവസാനിപ്പിക്കാം. സ്ത്രീകളുടെ ഒരു വെൽഫെയർ എന്ന് പറയുന്നതാണ് ഒരു സ്റ്റേറ്റിനെ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് മാറ്റുന്നത്. നമ്മുടെ സ്ത്രീകളെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അത് ആര് നിഷേധിച്ചാൽ അത് ഞാൻ പറയുന്നതല്ല, അത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം അവരുടെ സുരക്ഷയും അവരുടെ സേഫ് ആണെന്നും പറയുന്ന ഒരു സമൂഹം മാത്രമേ ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിട്ട് പലപ്പോഴും കണക്കാക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷ നമ്മുടെ എല്ലാവരുടെ ഉത്തരവാദിത്തമാണെന്നുള്ളൊരു പൊതുബോധം ജനങ്ങൾക്ക് ഉണ്ടാവുക, അല്ലെങ്കിൽ വേറൊരാളുടെ സ്പേസിലോട്ട് കടന്നു ചെല്ലാതിരിക്കാനുള്ള ഒരു സാമാന്യ ബോധം ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അത് വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ അതാണ് ഞാനൊരു ദിവസം പറഞ്ഞായിരുന്നു, അത് സർക്കാരിന്റെ ഉത്തരവാദിത്വം അല്ല. നമ്മൾ ഓരോരുത്തരും, ഞാനാണെങ്കിൽ ഞാൻ തീരുമാനിക്കണം, അവനാണെങ്കിൽ അവൻ തീരുമാനിക്കണം അവര് സുരക്ഷിതമാകണമെന്നോ. അങ്ങനെ ഓരോരുത്തരും തീരുമാനിച്ചാൽ മതി. പിന്നെ തന്നെ സുരക്ഷിതമായിക്കോളും. നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കുക നിങ്ങളുടെ ഓരോ കാര്യങ്ങളും, അത്രേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ഒരു ദിവസം ആശംസിക്കുന്നു. അപ്പൊ ഇന്നത്തെ പ്രധാന വാർത്തകൾ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പറയുകയാണെങ്കിൽ എന്താണ്, എന്തൊക്കെയാണ്? PV അൻവർ MLA-യുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള പുതിയ അപ്ഡേറ്റുകൾ, മുല്ലപ്പെരിയാറിനെ പറ്റിയുള്ള അപ്ഡേറ്റുകൾ, ഓണക്കിറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന അപ്ഡേറ്റുകൾ, അതേപോലെ തന്നെ നമ്മുടെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രതീക്ഷയുടെ ഒരു വാർത്തകൾ, വളരെ ദാരുണമായി മരണപ്പെട്ടിട്ടുള്ള കുട്ടികളുടെ ഒരു നവജാത ശിശുക്കളെ പറ്റിയിട്ടുള്ള വാർത്തകൾ, അതേപോലെ തന്നെ വേദനിപ്പിക്കുന്ന അന്താരാഷ്ട്ര യുദ്ധങ്ങൾ, വേദനകൾ, പിന്നെ ഇന്ത്യയിൽ നടക്കുന്ന കുറെ പ്രശ്നങ്ങൾ, ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ബലാത്സംഗ സ്ത്രീ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ. അപ്പം എല്ലാവർക്കും നല്ലൊരു ചൊവ്വാഴ്ച ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ പോകുന്നു. ബൈ.